Good afternoon, ma'am. Good afternoon. Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. എല്ലാരും മ്യൂട്ട് ചെയ്യാട്ടാ, മ്യൂട്ട് ചെയ്യാ. ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. എല്ലാരും ജോയിൻ ചെയ്തോ? മ്യൂട്ട് ചെയ്യാട്ടാ. എന്റെ പേര് അർച്ചന, അർച്ചന അരവിന്ദ്. നിങ്ങളുടെ പുതിയ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ടീച്ചറാണ് കേട്ടാ. ഓക്കെ, Okay, miss. അപ്പൊ നിങ്ങളിപ്പോ ശരണ്യ മിസ്സിന്റെ പേരിൽ നോട്ട്ബുക്ക് കീപ്പ് ചെയ്തിരുന്നില്ലേ? അതിനകത്ത് മിസ് തന്നെ നോട്ട് എഴുതി വെക്കുക കേട്ടാ. ഓക്കെ, ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഊണൊക്കെ കഴിച്ച എല്ലാരും ഉഷാറായിട്ടിരിക്കല്ലേ? നമുക്കൊരു ക്ലാസ് ആവാപ്പ. ഓക്കെ, ചാപ്റ്റർ 14 ഓപ്പറേഷൻ തിയേറ്റർ അഥവാ OT. ഓക്കെ, എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാല് നമ്മളെല്ലാരും പരിചയം, നമുക്കറിയാം അല്ലെ, നമ്മൾ കേട്ടിട്ടുണ്ട്. മ്യൂട്ട് ചെയ്യാട്ടാ ബിനോയ്, ബിനോയ് മ്യൂട്ട് ചെയ്യാട്ടാ. എല്ലാരും മ്യൂട്ട് ചെയ്യാ, അല്ലെങ്കിൽ എക്കോ വന്നോണ്ടിരിക്കും, ക്ലിയർ ആവില്ല. എന്താണ് OT അഥവാ ഓപ്പറേഷൻ തിയേറ്റർ? നമ്മളെല്ലാരും അല്ലെ, വി ഓൾ ആർ ഫെമിലിയർ വിത്ത് ദിസ് വേർഡ് അല്ലെ. നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട്, നമ്മൾ ടിവിയിലൊക്കെ കണ്ട് അല്ലെ, സിനിമയിലൊക്കെ പറ്റി കണ്ടേക്കണയാണ് ഓപ്പറേഷൻ തിയേറ്റർ. എന്താണ് OT അഥവാ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ? An operation theater or OT is a place where intrusive surgeries are taking place. Okay, എന്തൊക്കെയാണ്? An operation theater is a place where certain intrusive surgical procedures, which means operations that involve cutting into and working inside a patient's body take place. Okay, എന്താ പറയണേ? ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാല് സർജറീസ് അല്ലെ, സർജറി നടക്കുന്ന സ്ഥലത്തെയാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് നമ്മൾ എന്താ? ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാല് നമ്മള് മ്യൂട്ടാക്കുക. ഫെമിസിജോ ഓക്കെ, മ്യൂട്ടാക്കുക കേട്ടോ, അല്ലെങ്കിൽ എക്കോ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ? ഓപ്പറേഷൻ തിയേറ്റർ ഇസ് എ പ്ലേസ് വേർ
intrusive surgical procedures like cutting the patient's body. എന്തിനാണ് നമുക്ക് പേഷ്യന്റെ ബോഡിയിൽ കട്ടിങ് ഉണ്ടാക്കുക? എന്തിനാ? നമുക്ക് സർജറി ചെയ്യാനായിട്ടല്ല, ഇന്റേണൽ ഓർഗാൻസിൽ റീച്ച് ചെയ്യണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നടത്തുന്നതിനെ നമ്മൾ എന്താ പറയാ? ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയേഴ്സ്. ഓക്കെ, അപ്പൊ എന്താണത്? ആൻ ഓപ്പറേഷൻ തിയേറ്റർ ഇസ് എ പ്ലേസ് വേർ സർട്ടൻ intrusive surgical procedures take place. For example, cutting into patient's body and working inside a patient's body, which means operations that involve cutting into and working inside a patient's body take place. Operation theatre certain surgical procedures like operation നടക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയാ? ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് അതിനകത്ത് ഉണ്ടാവണേ? പേഷ്യന്റ്, രോഗിയുടെ ശരീരത്തിൽ ചെറിയൊരു കട്ടിങ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇന്റേണൽ ഓർഗാൻസിൽ റീച്ച് ചെയ്തിട്ട് സർജറി നടത്തണം. ഓക്കെ, ഇതാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവണേ. മറക്കൂലല്ലോ, ഓപ്പറേഷൻ തിയേറ്റർ അഥവാ OT is a place where certain intrusive surgical procedures like operations of cutting that involve cutting into and working inside a patient's body take place. Okay, ഇനി എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുന്നത്? ഏതൊക്കെ തരം സർജറീസ് ആണ്? there involves keyhole surgery, open surgery, robot assisted surgery. അല്ലെ, എന്തൊക്കെ തരം സർജറീസ് കാണാം? കീഹോൾ സർജറി ഉണ്ടാവാം, ചിലപ്പോ ഓപ്പൺ സർജറി, പിന്നെ ഏതാ വരിക? റോബോട്ട് അസിസ്റ്റഡ് സർജറി. നോക്കാം നമുക്ക് ഏതൊക്കെ. ദിസ് മേ കണ്ടെയ്ൻ either minimally invasive procedures such as keyhole surgery, where cameras and a laparoscope are inserted through small incisions, or some open surgery where surgeons make larger cuts to reach the internal organs. എന്ത് പറഞ്ഞ? അപ്പൊ സർജറീസ് അല്ലെങ്കിൽ ഓപ്പറേഷൻസ് നടക്കുന്ന സ്ഥലത്തെയാണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ തരം സർജറീസ് ആണ് നമുക്കറിയാം, നമ്മൾ കേട്ടേക്കണേ? ഒന്നാണ് കീഹോൾ സർജറി. കീഹോൾ സർജറിയിൽ എന്താ? ക്യാമറയും പിന്നെ എന്താ പറയുക, ലാപ്പറോസ്കോപ്പ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റും ഇൻസേർട്ട് ചെയ്യും ബോഡിയിലേക്ക്. ഓക്കെ, അതിനാണ് കീഹോൾ സർജറി എന്ന് പറയുന്നത്. ആൻഡ് ത്രൂ സ്മോൾ ഇൻസിഷൻസ്. എങ്ങനെയാണ്? ചെറിയ ഇൻസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കട്ടുകൾ, ചെറിയ മുറിവുകൾ ഉണ്ടാക്കും ബോഡിയിൽ. ഓക്കെ, ആ മുറിവിൽ കൂടെ നമുക്ക് ഇന്റേണൽ ഓർഗാൻസിൽ എത്തണം. രോഗിയുടെ ഇന്റേണൽ ഓർഗാൻസിലും അവയവങ്ങളിൽ എത്തിയാല്, ഉള്ളിലുള്ള ശരീരഭാഗങ്ങളിൽ എത്തിയാലാണ് നമുക്ക് സർജറി നടത്താൻ പറ്റും. ഇൻസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻസിഷൻസ് എന്ന് പറഞ്ഞാല് കട്ടിങ്സ്, സ്മോൾ കട്ടിങ്സ്, ചെറിയ മുറിവ് ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെ വേണം നമുക്ക് ഇൻസ്ട്രുമെന്റ് അകത്ത് കിടത്തിയിട്ട് സർജറി നടത്താനായിട്ട്. അപ്പൊ അതിനകത്ത് ക്യാമറ, ലാപ്രോസ്കോപ്പ് ഒക്കെ അകത്തേക്ക് കയറ്റും. എന്തിനാ? നമുക്ക് അതിന്റെ മുഴുവൻ വീഡിയോ ഒക്കെ പിടിക്കാൻ, അതിന് നടക്കണ കാര്യങ്ങളൊക്കെ. ഓക്കെ, അതിനാണ് കീഹോൾ സർജറി എന്ന് പറയുന്നത്. പിന്നെ അടുത്തെന്താ? ഓപ്പൺ സർജറി എന്താ? വലിയ കട്ട്, രോഗിയുടെ ശരീരത്തില് വലിയ മുറിവുണ്ടാക്കുകയും അതിനകത്ത് കൂടി ഇൻസ്ട്രുമെന്റ് കയറ്റിയിട്ട് സർജറി ചെയ്തിറങ്ങുക. അതിനാണ് എന്താ പറയണേ? ഓപ്പൺ സർജറി, വേർ സർജൻസ് മേക്ക് ലാർജർ കട്ട്സ് ടു റീച്ച് ദ ഇന്റേണൽ ഓർഗാൻസ്. അല്ലെ, പിന്നെ മൂന്നാമത്തെ എന്താ? റോബോട്ട് അസിസ്റ്റഡ് സർജറി. അതെന്താണ്? റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറഞ്ഞാൽ സർജൻസ് ഒരു റോബോട്ടിക് ഡിവൈസ്, ഒരു യന്ത്ര ഉപകരണം വെച്ചിട്ട് സർജറി നടത്തും. ഈ സർജറി നടത്തുമ്പോൾ ഈ ഒരു റോബോട്ടിക് ഡിവൈസ്, ഒരു യന്ത്ര ഉപകരണം കൂടി നമ്മുടെ സർജനെ സഹായിക്കുന്നു ഈ സർജറി നടത്താൻ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റോബോട്ട് അസിസ്റ്റഡ് സർജറി. അതെങ്ങനെയാണ്? ഒരു ഹാൻഡ്, ആര്യ ഷാജി, മിസ്സിന്റെ പേര് അർച്ചന അരവിന്ദ്. ഓക്കെ, ഒരു മിനിറ്റ്. അപ്പൊ എന്താ ഇങ്ങനെ വരിക? ഒരു കൈ, റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്താ? ഒരു റോബോട്ടിക് ഹാൻഡ്, റോബോട്ടിക് കൈ, ഒരു റോബോട്ടിന്റെ കൈ പോലൊരു കൈ ഉണ്ടാവും. ആ കൈയില് സർജൻസിന് ചെയ്യേണ്ട ഉപകരണങ്ങൾ, അല്ലെ, സർജറി ചെയ്യാനുള്ള ഉപകരണങ്ങള് കയ്യിൽ പിടിച്ചുകൊണ്ട് എന്തുണ്ടാവും? ഒരു റോബോട്ടിക് ഹാൻഡ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? റോബോട്ട് അസിസ്റ്റഡ് സർജറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു ഈ ഒരു പാരാഗ്രാഫില്? എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ? അല്ലെ, ഓപ്പറേഷൻ തിയേറ്റർ
അഥവാ OT is a place where certain intrusive surgical procedures like operations, അല്ലെ, were cutting into patient's body and operations take place, അല്ലെ. പിന്നെ ഏതൊക്കെ തരം ഓപ്പറേഷൻ സർജറീസ് ഉണ്ട്? ഒന്നാമത്തെയാണ് കീ ഹോൾ സർജറി, where camera and laparoscope are inserted into patient's body, and open surgery, where surgeons make larger cut, വലിയ കട്ട് ഉണ്ടാക്കുക, വലിയ മുറിവ് ഉണ്ടാക്കുക, എന്നിട്ട് അതിനകത്ത് കൂടി ഇന്റേണൽ ഓർഗാൻസിൽ റീച്ച് ചെയ്യാം, ഇൻസ്ട്രുമെന്റ് ഇറക്കിയിട്ട് അങ്ങനെ സർജറി ചെയ്യാം. മൂന്നാമത്തേതാ റോബോട്ട് അസിസ്റ്റഡ് സർജറി, അല്ലെ. അതെന്താ മിസ് പറഞ്ഞേ? റോബോട്ടിക് അല്ലെ, ഒരു യന്ത്ര ഉപകരണം സർജനെ സഹായിക്കുന്നു. എങ്ങനെയാണ്? ഒരു റോബോട്ടിക് ഹാൻഡ്, ഒരു കൈ, റോബോട്ടിന്റെ ഹാൻഡ് പോലെ ഒരു സാധനം ഉണ്ടാകും. അതിനകത്ത് എന്താ? സർജറിക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളും പിടിച്ചുകൊണ്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് എ റോബോട്ടിക് ഹാൻഡ് വിൽ ബി ദർ. ഇറ്റ് ഈസ് നോൺ ആസ് റോബോട്ട് അസിസ്റ്റഡ് സർജറി. ഓക്കെ, അപ്പൊ അത് പിന്നെന്താ പറഞ്ഞേക്കണേ? ഓപ്പറേഷൻ തിയേറ്റർ ഈസ് അതർവൈസ് നോൺ ആസ് OR, ഓപ്പറേറ്റിംഗ് റൂംസ്. OT അഥവാ ഓപ്പറേഷൻ തിയേറ്ററിന് എന്താ പറയാ? നമുക്ക് ഒരു പേര് കൂടി പറയാം. എന്താ? ഓപ്പറേറ്റിംഗ് റൂംസ്. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് ഓവർ. നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലേക്ക് പോവാം. ലാപ്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഇസ് എ സർജിക്കൽ പ്രൊസീജിയർ യൂസ്ഡ് ടു എക്സാമിൻ ദ ഓർഗാൻസ് ഇൻ ദ ബെല്ലി. ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ സർജിക്കൽ പ്രൊസീജിയർ, ഒരു സർജറി പ്രൊസീജിയർ, ഒരു രീതി. എന്തിനാണ്? ടു എക്സാമിൻ ചെയ്യാനായിട്ട് ഇന്റേണൽ, അതായത് അബ്ഡോമൻ എന്ന് പറഞ്ഞാൽ അടിവയർ, ബെല്ലി, വയറിന്റെ താഴ്ഭാഗം ഒക്കെ എക്സാമിൻ, ഇന്റേണൽ ഭാഗങ്ങള് ഒബ്സർവ്, ഒരു കുഴപ്പമില്ല എന്ന് തെളിയിക്കാനായിട്ട് യൂസ് ചെയ്യണം. അതിനാണ് നമ്മുടെ ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞ പ്രൊസീജിയർ. ഇറ്റ് ക്യാൻ ഓൾസോ എക്സാമിൻ എ വുമൺസ് പെൽവിക് ഓർഗാൻസ്. ഓക്കെ, ലാപ്രോസ്കോപ്പി യൂസസ് എ തിൻ ലൈറ്റഡ് ട്യൂബ് ദാറ്റ് ഹാസ് എ വീഡിയോ ക്യാമറ. എന്താണ് ലാപ്രോസ്കോപ്പ് എന്ന് പറഞ്ഞാല്? ലാപ്രോസ്കോപ്പി എന്ന് പറഞ്ഞ പ്രൊസീജിയറിൽ ഒരു ചെറിയ ലൈറ്റുള്ള ട്യൂബ് ദാറ്റ് ഹാസ് എ വീഡിയോ ക്യാമറ, ഒരു വീഡിയോ ക്യാമറ ഉണ്ടാവും, അത് യൂസ് ചെയ്യും. ആ ട്യൂബിനെ എന്ത് പറയാ? ലാപ്രോസ്കോപ്പ്. ഓക്കെ, ഈ ലാപ്രോസ്കോപ്പ് എന്താ ചെയ്യണേ? ദ ലാപ്രോസ്കോപ്പ് സെൻഡ് ഇമേജസ് ഫ്രം ഇൻസൈഡ് യുവർ ബോഡി. നമ്മൾ എന്ത് പറഞ്ഞു? കീ ഹോൾ സർജറിയിൽ ലാപ്രോസ്കോപ്പ് ഇൻസേർട്ട് ചെയ്യും ക്യാമറയിൽ, അല്ലെ. അപ്പൊ ഈ ലാപ്രോസ്കോപ്പ് എന്താ ചെയ്യുക? ഈ നമ്മുടെ ബോഡിയുടെ ഉള്ളിലെ ഇമേജസ്, പടങ്ങള് സെൻഡ് ചെയ്യും, അല്ലെ. കീ ഹോൾ സർജറിയില് ക്യാമറയും ലാപ്രോസ്കോപ്പും ഇൻസേർട്ട് ചെയ്യും. ഈ ലാപ്രോസ്കോപ്പ് എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിനുള്ളിലെ ഇമേജസ്, പടങ്ങള് സെൻഡ് ചെയ്യും പുറത്തേക്ക്, നടക്കണ കാര്യങ്ങൾ. ഓക്കെ, ഇതാണ് ലാപ്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇനി വരുന്നത് എന്താ? OR എൻവിറോൺമെന്റ് അഥവാ ഓപ്പറേഷൻ റൂം എൻവിറോൺമെന്റ്. എങ്ങനെയായിരിക്കണം ഒരു ഓപ്പറേറ്റിംഗ് റൂം എൻവിറോൺമെന്റ്? ഓപ്പറേഷൻ റൂം എൻവിറോൺമെന്റ് അന്തരീക്ഷം എങ്ങനെയായിരിക്കണം? ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജേം ഫ്രീ എൻവിറോൺമെന്റ്സ്, അല്ലെ. എങ്ങനെയായിരിക്കണം? നമുക്ക് മസ്റ്റ് ആയിട്ട് അറിയാം, അല്ലെ. ജേം ഫ്രീ ആയിരിക്കണം, അണുവിമുക്തമായിരിക്കണം. ഓപ്പറേഷൻ റൂംസ് അണുവിമുക്തമായിരിക്കണം. ഓക്കെ, ഓൾ പേഴ്സണൽ ഷുഡ് ബിയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. എല്ലാരും, ആരൊക്കെ ഉണ്ടോ ഓപ്പറേഷൻ റൂമില്, അവരെന്തൊക്കെ ധരിക്കണം? അവരാണ് പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നെയിംഡ് സ്ക്രബ്സ്. പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നെയിംസ്, ഒരു സുരക്ഷാ ഉള്ള ഡ്രസ്, സുരക്ഷാ വലയുള്ള ഡ്രസ്, അതിനെന്താ പറയാ? സ്ക്രബ്സ്. ഓൾ പേഴ്സണൽ ഷുഡ് വെയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നെയിംഡ് സ്ക്രബ്സ്. സ്ക്രബ്സ് എന്ന് പറഞ്ഞാൽ സുരക്ഷാ ഡ്രസ്സിങ് അത് ഇത് ചെയ്തിരിക്കണം. ആസ് വെൽ ആസ് ഷൂ കവേഴ്സ്, അല്ലെ. മാസ്ക്, ക്യാപ്സ്, തൊപ്പി, തലയിൽ വെക്കുന്ന പ്രത്യേക തൊപ്പി, ഐ ഷീൽഡ്സ്, ഐ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, ആൻഡ് അതർ കവറിങ്സ് ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജേംസ്. അല്ലെ, എന്തിനാണ് ഇതൊക്കെ? നമുക്ക് അണുവിമുക്തമായിരിക്കണം, അണുക്കള് പടരാൻ പാടില്ല, സർജറിയുടെ നേരത്തെ അണുക്കള് പടരാൻ പാടില്ല, അല്ലെ. അപ്പൊ എന്താ? അതിനാണ് നമ്മൾ ഇത്തരം കാര്യങ്ങള് വിയർ ചെയ്തിട്ട് വേണം ഓപ്പറേറ്റിംഗ് റൂമിൽ കയറാൻ. ഇനി അടുത്ത് എന്താ? ദ ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി ലൂമിനസ് ആൻഡ് ദ ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ. ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയായിരിക്കണം? നല്ല ലൂമിനസ്, അല്ലെ, നല്ല വെളിച്ചം ഉണ്ടായിരിക്കണം. ഓപ്പറേറ്റിംഗ് റൂം മസ്റ്റ് ബി ലൂമിനസ്, നല്ല വെളിച്ചം ഉണ്ടായിരിക്കണം. പിന്നെന്താ?
വെരി കൂൾ, ഷുഡ് വെരി കൂൾ, അത് നല്ല തണുത്തതായിരിക്കണം. ഓക്കെ. ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി എയർ കണ്ടീഷൻ ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. ഓക്കെ. ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി എന്താ? എയർ കണ്ടീഷൻഡ്. എയർ കണ്ടീഷൻഡ് എന്തിനാണ്? ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ, അല്ലെ? തടയാനായിട്ട്. അണു പകരാൻ പാടില്ല, അല്ലെ? രോഗം പകരാൻ പാടില്ല, അത് തടയാനും. പിന്നെ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. എങ്ങനെയാണ് ഫിൽട്രേഷൻ? ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അരിച്ചെടുക്കുക, അല്ലെ? ബാക്ടീരിയ ഒക്കെ അരിച്ച് കളയ, ഫിൽട്ടർ ചെയ്ത്. അതിനാണ് നമ്മൾ എന്തിനാ എയർ കണ്ടീഷൻ ആയിരിക്കണം. അപ്പൊ OR എൻവിറോൺമെന്റ്, ഓപ്പറേഷൻ റൂം അന്തരീക്ഷം, അത് എങ്ങനെയായിരിക്കണം? എന്തൊക്കെയായിരിക്കണം മനസ്സിലായ? ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ്? ജേം ഫ്രീ, അല്ലെ? ജേം ഫ്രീ ആയിരിക്കണം. ഓപ്പറേഷൻ റൂം അണുവിമുക്തമായിരിക്കണം. ഓൾ പേഴ്സണൽസ് മസ്റ്റ് വെയർ, അല്ലെ? ഓൾ പേഴ്സണൽ ഷുഡ് വെയർ. അതിനകത്ത് ഉള്ളിലുള്ളവരെല്ലാവരും എന്തൊക്കെ ധരിക്കണം? ഫസ്റ്റ് ആ സ്ക്രബ്സ്, അല്ലെ? പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. ആ ക്ലോത്തിങ്ങിന് എന്താ പറയാ? സ്ക്രബ്. പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് കോൾ സ്ക്രബ്സ്. മാസ്ക്, ഷൂ കവേഴ്സ്, ക്യാപ്സ്, ഐ ഷീൽഡ്, അല്ലെ? കണ്ണിനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യണം. എല്ലാവരും ധരിക്കും. പിന്നെന്താ? അതർ കവറിങ്സ് വേണ്ട. സ്പീഡ് കുറയ്ക്കാം കേട്ടാ. ഇപ്പൊ ഏതാ നിശ്ചിതയ്ക്ക് മനസ്സിലാവാത്ത? ഏതാ മനസ്സിലാവാത്ത? എവിടെ മനസ്സിലാവാത്തണ്ടോ? ക്ലിയർ ആവാത്തണ്ടാ? പറഞ്ഞോളൂ. എൻവയോൺമെന്റ് ഇവിടെ സ്റ്റക്ക് ആയി നിക്കുക, അപ്പൊ അത് കുറച്ചൊന്നും ഗ്യാപ്പ് കിട്ടും. എൻവയോൺമെന്റ് സ്ട്രക്ക് ആയിക്കണേ. അത് മ്യൂട്ട്. ഷെയർ സ്ക്രീൻ കൊടുക്കുന്നുണ്ടാ? അതാണാ? കാണാൻ പറ്റണില്ലേ നിഷിത? ക്ലിയർ ആവണില്ലേ? ഇവിടെ സ്റ്റക്കായി. ഓൾ പേഴ്സണൽ ഷുഡ് വെയർ പ്രൊട്ടക്റ്റീവ്. ആ ഭാഗം മുതല് സ്ക്രബിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ഇപ്പൊ ക്ലിയർ ആയോ? ഇല്ല. എന്താ സ്ട്രക്കായത്? റേഞ്ചിന്റെ പ്രോബ്ലം തോന്നുന്നു. റേഞ്ചിന്റെ പ്രോബ്ലം അല്ലേ? ഓക്കെ. അത് റെക്കോർഡഡ് ക്ലാസ് അയച്ചു തരും കേട്ടാ. റെക്കോർഡഡ് ക്ലാസ് അയച്ചു തരാറില്ലേ? റെക്കോർഡഡ് ക്ലാസ് അയച്ചു തരാം. അത് റേഞ്ച് ശരിയാക്കുക കേട്ടാ. റേഞ്ച് ശരിയാക്കി വെക്കാം, മ്യൂട്ട് ചെയ്യാം. ഓക്കെ. ശരിയായോ? ഷോർട്ട് ആയിട്ടൊന്ന് ആ ഭാഗം ഒന്ന് പറഞ്ഞുതരുമോ? പറഞ്ഞുതരാം. OR എൻവിറോൺമെന്റ്. ഓക്കെ. OR എൻവിറോൺമെന്റ് എന്ന് പറഞ്ഞാല് ഓപ്പറേഷൻ റൂമിന്റെ അന്തരീക്ഷം. എൻവിറോൺമെന്റ് എന്താ? അന്തരീക്ഷം. എങ്ങനെയായിരിക്കണം? ഫസ്റ്റ് തന്നെ ജേം ഫ്രീ. ജേം ഫ്രീ എന്ന് പറഞ്ഞാൽ അണുവിമുക്തം ആയിരിക്കണം, അല്ലെ? നമുക്ക് എല്ലാവർക്കും അറിയാം, സർജറി നടക്കുന്ന സമയത്ത് അവിടെയൊക്കെ നല്ല നീറ്റും സ്റ്റെറൈലും ആയിരിക്കണം, അല്ലെ? രോഗം പകരാൻ പാടില്ല. ഫസ്റ്റ് കണ്ടീഷൻ ജേം ഫ്രീ. കിട്ടിയാ? ക്ലിയർ ആവണ്ട? ഓക്കെ. ഓക്കെ. പിന്നെന്താ? ഓൾ പേഴ്സണൽ ഷുഡ് വിയർ. ഓൾ പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ? ആരൊക്കെയാണോ ഓപ്പറേഷൻ റൂമിലുള്ളത്, അല്ലെ? ഓപ്പറേഷൻ റൂമിൽ ആരൊക്കെ ഉണ്ടാവും? സർജൻസ് ഉണ്ടാവും, നേഴ്സസ് ഉണ്ടാവും, അല്ലെ? അവരൊക്കെ എന്ത് ധരിക്കണം? ഓൾ പേഴ്സണൽ ഷുഡ് വിയർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നെയിം സ്ക്രബ്സ്. എന്താ പറയുക? ഒരു സുരക്ഷാ കവചം പോലത്തെ ഡ്രസ്സിങ്. അതിനെന്താ പറയാ? പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നെയിംഡ് സ്ക്രബ്. സ്ക്രബ് എന്നാണ് അതിന് പറയുന്നത്. അത് ധരിക്കുക. ആസ് വെൽ ആസ് ഷൂ കവറുകൾ, പിന്നെ മാസ്ക്. ഓക്കെ. മാസ്ക് ധരിക്കുക. ക്യാപ്സ്, അല്ലെ? തലയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ സിനിമയിലും മറ്റും കണ്ടിട്ടുണ്ട്, ടിവിയിലും സിനിമയിലും മറ്റും കണ്ട, അല്ലെ? കാണാത്തവരുണ്ടാവില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു സീൻ കാണാത്തവരുണ്ടാവില്ല, അല്ലെ? എങ്ങനെയാ അവിടെ ഡോക്ടറും നഴ്സൊക്കെ, ഡോക്ടർമാരും നഴ്സുമാരൊക്കെ എങ്ങനെയാ? തലയിൽ ക്യാപ്പ്, അല്ലെ? അവരുടെ സർജറി വേഷവും തലയിൽ ക്യാപ്പും ഒക്കെ ഉണ്ടാവും. ഐ ഷീൽഡ്, കണ്ണ്, അല്ലെ? കണ്ണിന്റെ ഫേസില്, കണ്ണിന്റെ അവിടെ ഐ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഐ ഷീൽഡ്സ്. പിന്നെന്താ? അതിന്റെ അതർ കവറിങ്സ്. പറയില്ലേ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് അതിനെ പറയില്ലേ? പറയാം. ഓൾ പേഴ്സണൽ ഷുഡ് വിയർ. എല്ലാവരും. ഓൾ പേഴ്സണൽ എന്താ? ആരൊക്കെ സർജറി നടക്കാനായിട്ട് കൂടെ ഉണ്ടാവണോ അവരെന്ത് ധരിക്കണം? പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് നെയിംസ്. പ്രൊട്ടക്റ്റീവ് എന്താ? സുരക്ഷ. നമ്മുടെ ഡ്രസ്സിങ്, സുരക്ഷ. നമ്മുടെ കൈ, നമ്മുടെ ബോഡിയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ യൂസ് ചെയ്യണ ആ ക്ലോത്തിങ്, ആ തുണിയാണ് എന്ത് പറയണേ? സ്ക്രബ്സ് എന്ന് പറയണേ. ആ സാധനം ധരിച്ചിരിക്കുക. പിന്നെ ആസ് വെൽ ആസ് ഷൂ കവേഴ്സ്, ഷൂ കവറുകൾ. പിന്നെ മാസ്ക് നമുക്ക് എല്ലാവർക്കും അറിയാം.
മാസ്ക് ധരിക്കണം, ക്യാപ്സ് അല്ലെ, തൊപ്പി, ഒരു പ്രത്യേക തൊപ്പി ഉണ്ടാവും സർജറി വേഷത്തിന്റെ കൂടെ, ഒരു പ്രത്യേക തൊപ്പി അല്ലെ. നമ്മളെ കണ്ടിട്ടുണ്ട്, നമ്മൾ ഒത്തിരി സിനിമയിലൊക്കെ മറ്റും കണ്ടിട്ടുണ്ടാവും ഓപ്പറേഷൻ സീൻസ് അല്ലെ, ഓപ്പറേഷൻ റൂമിന്റെ സീൻസ് കണ്ടിട്ടുണ്ട് നമ്മളപ്പൊ നമുക്ക് നല്ല പരിചിതമാണ് അത്. അവരൊക്കെ എല്ലാരും ഒരേ വേഷം അല്ലെ. ഐ ഷീൽഡ് എന്താ, കണ്ണീന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ, കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. പിന്നെന്താ, ആൻഡ് അതർ കവറിങ്സ്, വേറെ പല ഇതുപോലെ പല പ്രൊട്ടക്ഷൻ ടു പ്രിവെന്റ് ദ സ്പ്രെഡ് ഓഫ് ജേംസ്. എന്തിനാ ഇത്? അണുവിമുക്തമായിരിക്കണം, നമുക്ക് തടയണം. തടഞ്ഞ പോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സർജറി ചെയ്യുമ്പോൾ രോഗം പടരാൻ പാടില്ല. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ആദ്യമേ മുൻകരുതൽ എടുക്കുകയാണ്. പിന്നെന്താ, ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി ലൂമിനസ്, നല്ല വെളിച്ചം ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ടെമ്പറേച്ചർ ഷുഡ് ബി വെരി കൂൾ, ടെമ്പറേച്ചർ വളരെ താഴ്ന്ന അല്ലെ, നല്ല കൂളായിരിക്കണം. ആൻഡ് ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി എയർ കണ്ടീഷൻ, ഓപ്പറേറ്റിംഗ് റൂമിന്റെ എയർ കണ്ടീഷൻഡ് ആയിരിക്കണം. ഓക്കെ, ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. എന്താണ്? ബാക്ടീരിയ ഒന്നും പകരാതെ, അണുക്കൾ പകരാതിരിക്കാനും, ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ, എന്താണ്? തടയാൻ, രോഗം പകരണത് തടയാനായിട്ട്. ഓക്കെ, ക്ലിയർ ആയില്ലേ? അപ്പൊ എന്തൊക്കെ പഠിച്ചു നമ്മള്? ഓപ്പറേഷൻ തിയേറ്റർ അഥവാ OT എന്താണെന്ന് പഠിച്ചു. പിന്നെ അവിടെ എന്താ നടക്കണേ, ഓപ്പറേഷൻസ് അല്ലെ. വിയോളാർ ക്വൈറ്റ് ഫെമിലിയർ, നമ്മൾക്കൊക്കെ പരിചിതമാണ് ആ കാര്യങ്ങള്. എന്നാലും ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുകയാണ്. അതിനകത്ത് സർജറീസ് ആണ് നടക്കണേ, ഓപ്പറേഷൻസ് ആണ് നടക്കണേ. എന്തൊക്കെ ഓപ്പറേഷനാ? കീ ഹോള്, ഓപ്പൺ സർജറി, പിന്നെ ഏതാ വരിക? റോബോട്ട് അസിസ്റ്റഡ് സർജറി. ഓക്കെ, വെരി ഗുഡ്. പിന്നെ അടുത്ത നമ്മള് ഇനി OT അഥവാ ഓപ്പറേഷൻ റൂം, OT അഥവാ ഓപ്പറേഷൻ തിയേറ്ററിനെ നമ്മൾ എന്താ പറയാ? വേറൊരു പേര് പറയും. എന്താ? OR, ഓപ്പറേഷൻ റൂം, ഓപ്പറേറ്റിംഗ് റൂം. വെരി ഗുഡ്, ഓപ്പറേറ്റിംഗ് റൂം അല്ലെ, ഓപ്പറേറ്റിംഗ് റൂം. വെരി ഗുഡ്. ഇനി അടുത്ത നമ്മൾ എന്ത് പഠിച്ചു? ഓപ്പറേറ്റിംഗ് റൂമിന്റെ അന്തരീക്ഷം എങ്ങനെയായിരിക്കണം, അന്തരീക്ഷം എന്ന് പഠിച്ചു അല്ലെ. ഫസ്റ്റ് കണ്ടീഷൻ ജേം ഫ്രീ ആയിരിക്കണം. അതിന് നമുക്ക് ഉപകരണങ്ങൾ നോക്കാം. ഓപ്പറേഷൻ തിയേറ്ററിൽ അഥവാ OR, അതിനകത്ത് എക്യുപ്മെന്റ്സ്, എന്തൊക്കെ മെഡിക്കൽ ഉപകരണങ്ങൾ നമുക്ക് അതിനകത്ത് വേണം, അത് നോക്കാം. ആൻഡ് ഓപ്പറേറ്റിംഗ് റൂം ഹാസ് സ്പെഷ്യൽ എക്യുപ്മെന്റ് ലൈക്ക് റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട്. റെസ്പിറേറ്ററി എന്താ? ശ്വാസകോശം അല്ലെ, ശ്വാസോച്ഛ്വാസത്തിനുള്ള റെസ്പിറേറ്ററി ഡിവൈസ്, അതിനുള്ള ഉപകരണങ്ങൾ ഉണ്ടായിരിക്കണം. ആൻഡ് കാർഡിയാക് സപ്പോർട്ട്, കാർഡിയാക് എന്താണ്? കാർഡിയാക് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് അല്ലെ, നെഞ്ച്, ആ ഭാഗത്ത് സപ്പോർട്ട് ചെയ്യാൻ കാർഡിയാക് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ഹാർട്ട്, ആ ഭാഗത്ത് ചെസ്റ്റിന്റെ ഭാഗത്തോട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ അല്ലെ. കാർഡിയോളജി വെച്ചിട്ട് കാർഡിയാക് സപ്പോർട്ട്, ആ ഭാഗത്തേക്ക് സപ്പോർട്ടുള്ള ഉപകരണങ്ങൾ, ചെസ്റ്റ്, റെസ്പിറേറ്ററി ഉപകരണങ്ങള്. പിന്നെന്താ? എമർജൻസി റിസസിറ്റേറ്റീവ് ഡിവൈസസ്. എന്ന് പറഞ്ഞാല് എന്താണ്? പേഷ്യൻസ് സർജറി സമയത്ത് അൺകോൺഷ്യസ് അല്ല, അനസ്തേഷ്യ കൊടുത്തേക്കായിരിക്കും. അനസ്തേഷ്യ കൊടുക്കുമ്പോ അൺകോൺഷ്യസ് ആയിരിക്കും. അപ്പൊ രോഗിക്ക് ഓക്സിജൻ കൊടുക്കാനുള്ള ഇതിനാണ് എന്താ പറയാ? റെസസിറ്റേറ്റീവ് ഡിവൈസസ്. ഓക്കെ, റെസസിറ്റേറ്റീവ് ഡിവൈസ് എന്ന് പറഞ്ഞാല് രോഗിക്ക് അൺകോൺഷ്യസ് ആയിരിക്കുക, രോഗിക്ക് ഓക്സിജൻ പമ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസിനെ നമ്മൾ എന്താ പറയാ? റെസസിറ്റേറ്റീവ് ഡിവൈസസ്. പേഷ്യന്റ് മോണിറ്റേഴ്സ് എന്താ? പേഷ്യന്റിന്റെ രോഗവിവരം അല്ലെ, സ്ഥിതിവിവരം സർജറിയുടെ സമയത്ത് ഹാർട്ട് ബീറ്റ്സ്, ബ്ലഡ് പ്രഷർ ഒക്കെ കാണിക്കണ എന്താണ്? മോണിറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്താ? സ്ക്രീൻ അല്ലെ, ഔട്ട്പുട്ട് സ്ക്രീൻ. മോണിറ്റർ എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് സ്ക്രീൻ. എമർജൻസി റെസിസ്റ്റേറ്റീവ് ഡിവൈസസ് ഒന്നും കൂടി പറയാം. എമർജൻസി റെസിസ്റ്റേറ്റീവ് ഡിവൈസ് എന്ന് പറഞ്ഞാല് എന്താണ്? രോഗി അൺകോൺഷ്യസ് ആയിരിക്കും അല്ലെ, രോഗി അനസ്തേഷ്യ കൊടുത്തേക്കായിരിക്കും സർജറിയുടെ സമയത്ത്. അപ്പൊ രോഗി അൺകോൺഷ്യസ് ആയ രോഗിക്ക് ഓക്സിജൻ പമ്പ് ചെയ്യാനായിട്ട് അല്ലെ, ഓക്സിജൻ പമ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസസിനെയാണ് എന്ത് പറയാ? റെസിസ്റ്റേറ്റീവ് ഡിവൈസസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഓക്കെ മാം. പേഷ്യൻ മോണിറ്റേഴ്സ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ടൂൾസ്. പിന്നെന്താ ഡയഗ്നോസ് ചെയ്യാൻ രോഗിയുടെ രോഗം വീണ്ടും നോക്കുന്നു. ഓക്കെ ഓക്കെ. മഞ്ജുഷ ആരാ? മഞ്ജീഷ എന്താണ്? മഞ്ജുഷ മഞ്ജുഷ എന്താ എവിടെ മനസ്സിലാവാത്തെ? അല്ല നമുക്ക് ഇത് മനസ്സിലാവുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോകുന്നുണ്ട്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഓപ്പറേറ്റിംഗ് ഇനി നമുക്ക് നോക്കണ്ടേ ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ്സ്. എന്തെല്ലാം ഉപകരണങ്ങളാണ് ഓപ്പറേറ്റിംഗ് റൂംസിൽ വേണ്ടത് അല്ലെ? എന്തൊക്കെയായിരിക്കും? ഏതൊക്കെ ഉപകരണങ്ങളാണ് വേണ്ടത്? സ്പെഷ്യൽ എക്യുപ്മെന്റ് അല്ലെ, ലൈക്ക് റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട്. ഫസ്റ്റ് ഒന്ന് ഏതാ പറഞ്ഞേ? റെസ്പിറേറ്ററി, ശ്വാസകോശ സംബന്ധമായ ശ്വാസകോശത്തിന് വേണ്ടിയുള്ള ഡിവൈസ്, റെസ്പിറേറ്ററി ഡിവൈസസ്. ആൻഡ് കാർഡിയാക് സപ്പോർട്ട്, കാർഡിയാക് എന്താ? ചെസ്റ്റ് അല്ലെ, ഹാർട്ട് ബീറ്റ്സ്, കാർഡിയോളജി റിലേറ്റഡ് ടു ഹാർട്ട്, ആ കാർഡിയാക് സപ്പോർട്ടിനുള്ള ഡിവൈസസ്. ഓക്കെ. പിന്നെ എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസസ്. എമർജൻസി റെസിസിറ്റേറ്റീവ് ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? അനസ്തേഷ്യ രോഗിക്ക് ഓക്സിജൻ പമ്പ് ചെയ്യാൻ വേണ്ടി. ഒന്നുകൂടി പറയാം, ഒരു ഡെഫിനിഷൻ വായിക്കാം. A resuscitator is a medical device that uses positive pressure to inflate the lungs of a person who is unconscious and has stopped breathing to keep them oxygenated and alive. എന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് ആയ രോഗി അൺകോൺഷ്യസ് ആയ, അതായത് ബോധമില്ല രോഗിക്ക്. അപ്പൊ അനസ്തേഷ്യാണ് രോഗി, അനസ്തേഷ്യ കൊടുത്തേക്കാണ് രോഗിക്ക് സർജറി ചെയ്യാനായിട്ട്. ആ രോഗിക്ക് എന്താ നമുക്ക് കൊടുക്കണം? ഓക്സിജൻ. അവരെ ബ്രീത്തിങ്, കീപ് ദം അലൈവ്, ഹാസ് സ്റ്റോപ്ഡ് ബ്രീത്തിങ് ടു കീപ് ദം ഓക്സിജനേറ്റഡ് ആൻഡ് അലൈവ്, ടു ഇൻഫ്ലേറ്റ് ദ ലങ്സ് ഓഫ് എ പേഴ്സൺ. അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക? റെസിസിറ്റേറ്റീവ് ഡിവൈസസ് യൂസ് ചെയ്യാം. ഓക്കെ, നോട്ട്സ് തരാം കേട്ടാ, നോട്ട്സ് തരാം, പേടിക്കണ്ട. അറിയാൻ പാടില്ലാത്ത മെഡിക്കൽ ടേംസിന്റെ നോട്ട്സ് തരാം. ഓക്കെ. പിന്നെന്താ? പേഷ്യന്റ് മോണിറ്റർ. മോണിറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം എന്താ? ഇത് മാമിന്റെ നോട്ടിൽ എന്താ പറഞ്ഞേ? വൺസ് അഗൈൻ. ഇത് മാമിന്റെ നോട്ടിൽ കൂടിയ മാമിന്റെ നോട്ട് ആഡ് നേരത്തെ പറഞ്ഞ കേട്ടില്ല, റേഞ്ച് ഇഷ്യൂ. ശരണ്യാമിസിന് പകരമാണ് കേട്ടാ, ശരണ്യാമിസിന് പകരമാണ് അർച്ചന മിസ് എന്നാണ് എന്റെ പേര്. ഓക്കെ. അപ്പോ മാഡത്തിന്റെ കൂടെ എഴുതിക്കോളൂ കേട്ടാ, ശരണ്യ മാഡത്തിന്റെ നോട്ടിൽ തന്നെ എഴുതിക്കോളൂ. ഓക്കെ. മിസ്സിന് ക്ലാസ്സിൽ വരൂല്ലേ ശരണ്യ മിസ്? എന്തോ? ശരണ്യ മിസ്സിന്റെ ക്ലാസ്സിന് ഞങ്ങൾക്ക് ഉണ്ടാവത്തില്ലേ? അല്ല, ശരണ്യ മിസ്സിന്റെ പകരമാണ് ഇപ്പൊ ഞാൻ കയറിയേക്കണേ. ഓക്കെ. മിസ്സിന്റെ നോട്ടിന്റെ കൂടെ എഴുതിക്കോളൂ. ഓക്കെ. മിസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് വരെ എടുത്തേ അല്ലെ? മിസ് ഏതുവരെ എടുത്തു? ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് അല്ലെ? അതെ. അപ്പൊ 4ാമത്തെ ചാപ്റ്റർ ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെ അതിൽ എഴുതിക്കോളൂ കേട്ടാ. ഓക്കെ. അർച്ചനാന്ന് കൊടുത്തിട്ടേ പേര് അർച്ചനാന്ന് കൊടുത്തിട്ട്. ഡയറ്ററി സർവീസ് പകുതി വരെ എടുത്ത് നിർത്തിയിരിക്കുന്നു. ഏതാണ്? ഡയറ്ററി സർവീസ്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ കൂടെ കൊടുത്തില്ലേ മിസ്? 3 എടുത്തു. ഡയറ്ററി സർവീസ് പകുതി വരെ ആക്കിയായിരുന്നു. ഡയറ്ററി സർവീസ് അത് ഏത് ചാപ്റ്ററാ? ഏത് ചാപ്റ്റർ അത്? ചാപ്റ്റർ 23 നമ്മുടെ മൊഡ്യൂളിൽ ഡയറ്ററി സർവീസസ്. പകുതി വരെ നിർത്തിയായിരുന്നു. ഒന്ന് നോക്കാട്ടാ, നോക്കി മിസ് പറയാം. ഇപ്പൊ നമുക്ക് ഇത് നോക്കാം. OR എക്യുപ്മെന്റ്, എന്തൊക്കെ ഉപകരണങ്ങൾ വേണം, എന്തൊക്കെ മെഡിക്കൽ ഉപകരണം. ഡയറ്ററി സർവീസസ് എടുത്ത രമ്യ മാം ആണ്. കുഴപ്പമില്ല. ശരണ്യ മാം ചാപ്റ്റർ കംപ്ലീറ്റ് ആയതേ ഉള്ളൂ. ശരണ്യ മാം എന്നോട് പറഞ്ഞത് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽ കംപ്ലീറ്റ് ആയതേ ഉള്ളൂ. അതാ പറഞ്ഞത്. ശരണ്യ മാം പറഞ്ഞത് 3 കംപ്ലീറ്റ് ചെയ്തു പറഞ്ഞ മിസ്സേ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് വരെ കംപ്ലീറ്റ് ചെയ്തു മിസ് പറഞ്ഞത്. അതെ. ഓക്കെ. മിസ് ശരണ്യ മിസ്സിന് പകരമാണോ? ശരണ്യ മിസ്സിന് പകരമാണ്. അപ്പൊ മിസ്സിന്റെ നോട്ടിൽ എഴുതിയ, മിസ്സിന്റെ എഴുതി വെച്ചിട്ടില്ലേ ക്ലാസിഫിക്കേഷൻ വരെ? 4ാമത്തെ ചാപ്റ്റർ ആയിട്ട് ഇത് കയറും, ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ. അതിനകത്ത് എഴുതി. ഓക്കെ, നമുക്ക് നോക്കാം. OR എക്യുപ്മെന്റ് അല്ലെ, എന്തൊക്കെ മെഡിക്കൽ ഉപകരണങ്ങൾ വേണം പിടികിട്ടിയപ്പോ? ഡയഗ്നോസിസ്, പേഷ്യന്റ് മോണിറ്റർ. പേഷ്യന്റ് മോണിറ്റർ എന്താ? മോണിറ്റർ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ, ഔട്ട്പുട്ട് സ്ക്രീൻ അല്ലെ. ഔട്ട്പുട്ട് സ്ക്രീൻ മോണിറ്റർ എന്തിനാണ്?
പേഷ്യന്റിന്റെ ഹാർട്ട് ബീറ്റ് അല്ലെ, സർജറിക്ക് കിടക്കണ പേഷ്യന്റിന്റെ ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ, ഇതെല്ലാം വരും അല്ലെ. അതിന്റെ ഡയഗ്നോസ് ഇതിനകത്ത് വരും, മോണിറ്ററിൽ വരും അതിന്റെ ഹാർട്ട് ബീറ്റ് അടക്കം. പിന്നെ ഡയഗ്നോസ്റ്റിക് ടൂൾസ്, ഡയഗ്നോസ് ചെയ്യാനായിട്ട് ശരീരഭാഗങ്ങള് ഡയഗ്നോസ് ചെയ്യാനായിട്ടുള്ള, ശരീരഭാഗങ്ങൾ ചെക്ക് ചെയ്യാനായിട്ടുള്ള ഉപകരണങ്ങൾ, ഇത്ര അത്യാവശ്യമാണ്. OR എക്യുപ്മെന്റ്സ് അല്ലെ. നമ്മൾ ഏതൊക്കെ നോക്കി, വാട്ട് ഈസ് മെൻ ബൈ ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ. ഓപ്പറേഷൻ തിയേറ്റർ എന്താന്ന് നോക്കി, ഓപ്പറേഷൻ എൻവിറോൺമെന്റ്, ഓപ്പറേഷൻ റൂം എൻവിറോൺമെന്റ്, ഓപ്പറേഷൻ റൂം എക്യുപ്മെന്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. Some of the staff who work in operating theaters consist of the following. ഇനി ആരൊക്കെയാണ് ഓപ്പറേഷൻ റൂമിലെ സ്റ്റാഫുകൾ അല്ലെ, സ്റ്റാഫ് ആരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ സർജൻസ് who perform the operation അല്ലെ, ഡോക്ടേഴ്സ് whom perform the operation. നമ്മൾ എന്താ പറയാ, സർജറി ചെയ്യണവരെ നമ്മൾ എന്താ പറയാ, സർജൻസ്. ഓക്കെ, ദാറ്റ് ഓക്കെ. ഇനി ഏതാ, ഓക്കെ ഓക്കെ. ഇനി ഏതാ വരിക, അനസ്തെറ്റിസ്റ്റ് അല്ലെ, അനസ്തേഷ്യ. അനസ്തെറ്റിസ്റ്റ് പറഞ്ഞാൽ എന്താ, അനസ്തേഷ്യ കൊടുക്കണവര് അല്ലെ, അനസ്തേഷ്യ കൊടുക്കണവരെ നമ്മൾ എന്താ പറയാ, അനസ്തെറ്റിക്സ്. സർജറിക്ക് മുമ്പ് പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുക്കണം. സർജറിക്ക് മുമ്പ് പേഷ്യന്റിന് അനസ്തേഷ്യ കൊടുക്കണം. എന്തിനാ, ടു റീസ്ട്രെയിൻ പെയിൻ ബോത്ത് ബിഫോർ ആൻഡ് ഡ്യൂറിങ് ദ ഓപ്പറേഷൻ. എന്തിനാ അനസ്തേഷ്യ കൊടുക്കണ, പെയിൻ, വേദന, വേദന അറിയാതിരിക്കണം. രോഗി വേദന അറിയാതിരിക്കാൻ വേണ്ടി മുമ്പും ഓപ്പറേഷന്റെ സമയത്തും ഓപ്പറേഷന് മുമ്പും രോഗി വേദന അറിയാതിരിക്കാനാണ് നമ്മൾ എന്ത് കൊടുക്കണ, അനസ്തേഷ്യ. സർജറിക്ക് മുമ്പ് അനസ്തേഷ്യ കൊടുത്തിരിക്കും. ഓക്കെ, അപ്പൊ ആരൊക്കെ ഇപ്പൊ സർജൻസ് ഉണ്ട്. അനസ്തെറ്റിസ്റ്റ് എന്ന് പറഞ്ഞാരാ, those who give anesthesia. ഇപ്പൊ രണ്ടെണ്ണം ഒക്കെ ആയില്ലേ. ഇനി ആരൊക്കെ ഉണ്ടാവുക, നേഴ്സ് ഉണ്ടാവും അല്ലെ, തിയേറ്റർ നേഴ്സസ് who take care of patients throughout all 4 stages of the operation. എന്താ, തിയേറ്റർ, ഓപ്പറേഷൻ തിയേറ്ററിൽ നേഴ്സുകൾ 4 സ്റ്റേജ്, ഓപ്പറേഷന്റെ എല്ലാ സ്റ്റേജിലും ഈ നേഴ്സുമാര് കൂടെ ഉണ്ടാവും അല്ലെ, തിയേറ്റർ നേഴ്സസ് who take care of patients throughout all 4 stages of operation. ഓക്കെ, നാലാമത്തേതാ, തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് who shift patients between the wards and the operating theatre. പേഷ്യന്റിനെ വാർഡിൽ നടത്തിക്കൊണ്ടുവരാൻ പറ്റുമോ, നെവർ അല്ലെ. ഓപ്പറേഷൻ ചെയ്യാനുള്ള, സർജറി ചെയ്യാനുള്ള പേഷ്യന്റിനെ നമുക്ക് ഒരിക്കലും നടത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. അവരെ എങ്ങനെയാ, സ്ട്രെച്ചറിൽ ഇങ്ങനെ ഉന്തി ഉന്തി കൊണ്ടുവരും അല്ലെ. നമ്മൾ കണ്ടിട്ടുണ്ട്, ആ കസേര അതിനകത്ത് നീങ്ങണ കസേര അല്ലെ, വീൽ ചെയർ, ആ സ്ഥാനത്തില് കൊണ്ടുവരികയാണ് ചെയ്യുക അല്ലെ. ഒരിക്കലും നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. സർജറി ചെയ്യണവരെ നമുക്ക് ഒരിക്കലും അങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല. വാർഡിൽ നിന്ന് നമ്മൾ എങ്ങനെയാ കൊണ്ടുവരിക, ആ വീൽ ചെയർ അല്ലെങ്കിൽ സ്ട്രക്ചറിൽ ഉന്തി ഉന്തി കൊണ്ടുവരും. അപ്പൊ തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ്. ഓക്കെ, ഇനി വരുന്നതാണ് കാർഡിയോഗ്രാഫേഴ്സ്. ഇനി ആരാ കാർഡിയോഗ്രാഫേഴ്സ്, ആരാ, കാർഡിയോ എന്ന് പറഞ്ഞപ്പോ മിസ് പറഞ്ഞു, കാർഡിയോളജി എന്താണുള്ള, ചെസ്റ്റ് അല്ലെ, ചെസ്റ്റ് അല്ല, ഹാർട്ട്, ഹൃദയം, അത് റിലേറ്റഡ് ആണ് ഇത്. കാർഡിയോഗ്രാഫേഴ്സ് ടു മോണിറ്റർ ECG മെഷീൻ. ECG എന്ന് പറഞ്ഞാൽ എന്താ, ഇലക്ട്രോ കാർഡിയോഗ്രാഫ് മെഷീൻ. അതെന്തിനാ യൂസ് ചെയ്യണേ, പേഷ്യന്റിന്റെ ഹാർട്ട് ബീറ്റ് അല്ലെ, പേഷ്യന്റിന്റെ ഹാർട്ട് ബീറ്റിന്റെ വ്യതിയാനങ്ങൾ അല്ലെ, ഹാർട്ട് ബീറ്റിന്റെ വ്യതിയാനങ്ങള് കാണിക്കും അത് ഓപ്പറേഷൻ എടുക്കാം അല്ലെ. അതിനാണ് അത് ആരാ മെയിൻറ്റെയിൻ ചെയ്യണേ, കാർഡിയോഗ്രാഫേഴ്സ്. അപ്പൊ അവരായി അല്ലെ. ഇനി ആരാ ഉള്ളേ, റേഡിയോഗ്രാഫേഴ്സ്. ആരാ റേഡിയോഗ്രാഫേഴ്സ്, റേഡിയോഗ്രാഫേഴ്സ് ടു ടേക്ക് എക്സ്റേസ് ഇഫ് ദേ ആർ റിക്വയർഡ്. ഇപ്പൊ അതിനിടയ്ക്ക് എക്സ്റേ വേണമെങ്കിൽ, സർജറിയുടെ ഒക്കെ എക്സ്റേ വേണമെങ്കിൽ എന്താ, റേഡിയോഗ്രാഫേഴ്സ് വേണം. എക്സ്റേ എടുക്കണവരെ ആരാ നമ്മൾ എന്താ പറയാ, റേഡിയോഗ്രാഫേഴ്സ് അല്ലെ. അപ്പൊ അവരായി. അപ്പൊ ആരൊക്കെ മൊത്തം ഓപ്പറേഷൻ റൂമില്, സർജൻ അല്ലെ. സർജറി ചെയ്യണവര് ഡോക്ടേഴ്സ് പറഞ്ഞ ഡോക്ടർ നമ്മൾ പറയും, പക്ഷെ സർജറി ചെയ്യണവരെ നമ്മൾ എന്താ, സർജൻസ്. പിന്നെ എന്താ വേണ്ടത്, പിന്നെ ആരാ വേണ്ടേ, അനസ്തേഷ്യ അല്ലെ, അനസ്തേഷ്യ കൊടുക്കണവര് അനസ്തെറ്റിസ്റ്റ്. പിന്നെ ആരാ, ഓപ്പറേഷൻ തിയേറ്റർ നേഴ്സസ്. പിന്നെ ആരാ, വർക്കർ അല്ലെ, രോഗിയെ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റില്ല അല്ലെ, രോഗിയെ നമുക്ക് നടത്തി കൊണ്ടുവരാൻ പറ്റില്ല, രോഗിയെ ഒന്നില്ലെങ്കിൽ ഇരുത്തി കൊണ്ടുവരാൻ പറ്റും അല്ലെ. അപ്പൊ ആര് വേണം, തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ്. ഓക്കെ, ഇനി ആരാണ്, കാർഡിയോഗ്രാഫർ അല്ലെ, ECG. ഓക്കെ, കാർഡിയോഗ്രാഫ് മസ്റ്റ് ആയിട്ട് കാണും. ആൻഡ് റേഡിയോഗ്രാഫേഴ്സ്, എക്സ്റേ വേണം. ഇടയ്ക്ക് ഒന്ന് നോക്കണം, സർജറി ഇടയ്ക്ക്
ആ ഭാഗത്ത് എന്താണ് ഉണ്ടായിരിക്കണെന്ന് നോക്കണം നമുക്ക്. ഉടനെ നമുക്ക് എന്ത് വേണം? റേഡിയോഗ്രാഫേഴ്സ് വേണം, എക്സ്റേ അല്ലെ. ആ എക്സ്റേ എടുക്കാൻ ആരാ വേണ്ടേ? റേഡിയോഗ്രാഫേഴ്സ് വേണം അല്ലെ. അപ്പൊ ഇത്രയും പേരാണ് നമുക്ക് എന്താ വേണ്ടേ? സം ഓഫ് ദ സ്റ്റാഫ് ഹു വർക്ക് ഇൻ ഓപ്പറേറ്റിംഗ് തിയേറ്റേഴ്സ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ആരൊക്കെയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉള്ളവര്? ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത എന്താണ്? പോളിസി. ചില കാര്യങ്ങൾ നമ്മൾ മസ്റ്റ് ആയിട്ട് പാലിക്കേണ്ടതുണ്ട്. എന്താണ്? ചില കാര്യങ്ങൾ നമ്മൾ മസ്റ്റ് ആയിട്ട് പാലിക്കണം. എന്തിന്? OT കയറണമെങ്കിൽ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറണമെങ്കിൽ പോളിസി ടു എൻ്റർ ഇൻ ആൻ OT കയറണമെങ്കിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയോ? ഒന്നാമത്തെ, സ്റ്റേറ്റ് ദ എയിം ഓഫ് യുവർ വിസിറ്റ് ടു OR പേഴ്സണൽ ആൻഡ് ഷോ യു ID. എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്താണ് നിങ്ങളുടെ ഉദ്ദേശം OT കയറാനുള്ള എന്നുള്ളത്? OR പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ്സ്, MD ഡയറക്ടർ. ഓപ്പറേറ്റിംഗ് റൂമിന്റെ ഡയറക്ടർ ഉണ്ടാവും, എക്സിക്യൂട്ടീവ് ഉണ്ടാവും അല്ലെ. അവരെ കാണിക്കുക, അവരോട് പറയാം എന്തിനാണ് നിങ്ങൾ വന്നേക്കണേ. ഇനി എന്തായിരിക്കണം? ആൻഡ് ഷോ യുവർ ID. നിങ്ങൾ എന്താണ്? നിങ്ങളുടെ ID കാണിച്ചു കൊടുക്കുക. എന്നാലാണ് ഓപ്പറേറ്റിംഗ് റൂമിൽ കയറാൻ പറ്റുള്ളൂ. ഒന്നാമത്തെ കാര്യം അല്ലെ, പോളിസി. ഇനി എന്താണ്? ഇനി എന്തൊക്കെ പാടില്ല? ആർട്ടിഫിഷ്യൽ നെയിൽസ്, കൃത്രിമമായ നഖങ്ങൾ പാടില്ല. എക്സ്റ്റെൻഡ് അങ്ങനത്തെ അങ്ങനെ വെക്കണമല്ലോ, അതൊന്നും പാടില്ല. എക്സ്റ്റെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കൂട്ടാൻ, അതായത് ടു എക്സ്റ്റെൻഡ് സംതിങ്, എന്തെങ്കിലും ഫ്ലൂയിഡ് വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള എ പേഴ്സൺ ഓർ എ തിങ് ദാറ്റ് എക്സ്റ്റെൻഡ് വലിച്ചു നീട്ടുക. ഓക്കെ, എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ വലിച്ചിട്ടുക, അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം. അങ്ങനത്തെ എക്സ്റ്റെൻഡേഴ്സ് ഒന്നും പാടില്ല. ആൻഡ് ചിപ്ഡ് നെയിൽ പോളിഷ്, ക്യൂടെക്സ് അല്ലെ, നെയിൽ പോളിഷ് ഒന്നും പാടില്ല സർജറിക്ക്. അതെല്ലാം ചിരണ്ടി മാന്തി കളയുക. എന്താണ്? അതൊന്നും പാടില്ല. കാരണം അത് മൈക്രോ ഓർഗാനിസം, ചെറിയ എന്തെങ്കിലും ചെറിയ ഓർഗാനിസംസ്, ജീവികൾ കയറാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആ സ്റ്റെറൈൽ ഏരിയ. സ്റ്റെറൈൽ എന്താ? നല്ല ഇതില്ലാത്ത, സെപ്റ്റിക് അല്ലാത്ത ഏരിയ ആണ് സ്റ്റെറൈൽ ഏരിയ. ഈ മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒന്നും വരാണ്ടിരിക്കാൻ ആണ് നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. അത് സമ്മതിക്കില്ല അവർ. ഇതെല്ലാം ചെയ്തിട്ട് അവര് രോഗിയെ കയറ്റും. ആർട്ടിഫിഷ്യൽ നെയിൽസ്, നഖം, അത് പാടില്ല. ക്യൂടെക്സ് പാടില്ല. പിന്നെന്താ? എക്സ്റ്റെൻഡേഴ്സ്, അങ്ങനെ എന്തെങ്കിലും യൂസ് ഉണ്ടെങ്കിൽ. എക്സ്റ്റെൻഡർ എന്ന് എന്താ? എ പേഴ്സൺ ഓർ തിങ് ദാറ്റ് എക്സ്റ്റെൻഡ് സംതിങ്, എന്തെങ്കിലും സാധനങ്ങൾ അങ്ങനത്തെ ആ ഒന്നും പാടില്ല. എന്തിനാണ്? ടു അവോയ്ഡ് മൈക്രോ ഓർഗാനിസംസ് എൻറ്റർ ചെയ്യണം. ഓക്കെ, ഹാൻഡ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മുടെ കൈകൾ നല്ല പ്രൊട്ടക്ട് ചെയ്യാൻ. ഇനി അതടുത്ത്, റിമൂവ് ഓൾ ജ്വല്ലറി. ഒരു ജ്വല്ലറിയും പാടില്ല. മാലയോ കാതിലോ ഒന്നും, ഒരു മെറ്റലിന്റെയോ ഗോൾഡിന്റെയോ ഒന്നും പാടില്ല. പിന്നെന്താ അവര് പറയാ? സർജിക്കൽ, പുട്ട് ഓൺ സർജിക്കൽ ക്ലോത്ത്സ് അല്ലെ, ടോപ്പ് ആൻഡ് ബോട്ടം. അവരൊരു സർജിക്കൽ തുണി തരും അല്ലെ, സർജിക്കൽ ഡ്രസ്സ് തരും, സർജിക്കൽ ക്ലോത്ത് ഓപ്പറേഷൻ തിയേറ്ററിനോട് വന്ന്. അതായിരിക്കണം എവിടെയും ടോപ്പും ബോട്ടും, താഴെ മുകളിൽ അല്ലെ, രണ്ട് സ്ഥലത്തും ഈ ഡ്രസ് ആയിരിക്കണം. പിന്നെന്താണ്? സർജിക്കൽ ക്ലോത്ത് മസ്റ്റ് ബി വോൺ ഓൺലി ഇൻ ദ സർജിക്കൽ ഏരിയ. സർജിക്കൽ ഏരിയയിൽ വെച്ച് മാത്രമാണ് ഈ സർജിക്കൽ ക്ലോത്ത്സ് ധരിക്കാൻ പാടുള്ളൂ. ഓക്കെ, ആ ഏരിയയിൽ വെച്ച് തന്നെയാണ് അവര് ധരിക്കാൻ തരിക. പിന്നെന്താ? കവർ ഷൂസ് ആസ് പെർ ഏജൻസി പോളിസി, ഓൾസോ ടു കവർ ഹെഡ്, ക്യാപ്സ് ആർ യൂസ്ഡ്, സർജിക്കൽ മാസ്ക് ഓൾസോ ആസ് പെർ പോളിസി. എന്താണ് ആ നിയമങ്ങളെന്ന്? അതനുസരിച്ച് മാസ്ക്, ക്യാപ്സ്, കവർ ഹെഡ്, സർജിക്കൽ മാസ്ക്, കവർ ഷൂസ്, ഇതെല്ലാം ആ നിയമങ്ങൾ അനുസരിച്ച് അല്ലെ. ചില നിയമങ്ങളുണ്ട്, അത് പാലിച്ച് തന്നെ പോകേണ്ടി. പിന്നെന്താ? പെർഫോമൻസ് സർജിക്കൽ ഹാൻഡ് സ്ക്രബ്. സ്ക്രബ് മിസ് പറഞ്ഞു എന്താണ്? പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് അല്ലെ, ഒരു പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്ങിനെയാണ് സ്ക്രബ് എന്ന് പറയുന്നത്. പെർഫോമൻസ് സർജിക്കൽ ഹാൻഡ് സ്ക്രബ് ആസ് പെർ സർജൻസി പോളിസി. ഒരു സർജിക്കൽ ഹാൻഡ് സ്ക്രബ് ധരിക്കുക. ഓക്കെ, സർജിക്കൽ ഹാൻഡ് സ്ക്രബ്സ് റെഡ്യൂസ്. എന്തിനാണ് അത് ധരിക്കണേ? ആ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്, ആ സുരക്ഷാ കവചം എന്തിനാണ്? ഒരു സംശയമില്ല അല്ലെ. എന്തിനാണ്? ടു റെഡ്യൂസ് ബാക്ടീരിയൽ കൗണ്ട് ഓൺ ഹാൻഡ്സ് ബിഫോർ അപ്ലൈ സ്റ്റെറൈൽ ഗ്ലോവ്സ് അല്ലെ. എന്തിനാണ് അറ്റൻഡ് ചെയ്യുന്നത്? റെഡ്യൂസ് ബാക്ടീരിയ
ഡിക്രീസ് ചെയ്യാൻ, ബാക്ടീരിയ കൗണ്ട് ഡിക്രീസ് ചെയ്യാൻ. എന്തിനാ? ബിഫോർ അപ്ലൈ സ്റ്റെറൈൽ ഗ്ലൗസ്. ഗ്ലൗസ് നമുക്കറിയാം അല്ലെ, നമ്മൾ കണ്ടുണ്ട് ഇപ്പൊ ബൈക്ക് ഓടിക്കുമ്പോ ഗ്ലൗസ് അല്ലെ, കറുത്ത ഗ്ലൗസ് ഉണ്ട് ബൈക്ക് ഓടിക്കുമ്പോ ഗ്ലൗസ്. ഡോക്ടേഴ്സ് ഗ്ലൗസ് ഉപയോഗിക്കണം നമ്മൾ കണ്ടിട്ടില്ലേ? നമ്മൾ എപ്പോഴെങ്കിലും ഹോസ്പിറ്റലിൽ പോകാത്തവരില്ല, നമുക്ക് വേണ്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ആളുകൾക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ പോകത്തില്ല. അപ്പൊ ഡോക്ടേഴ്സിന്റെ വേഷമൊക്കെ നമുക്കറിയാം, ഗ്ലൗസ്, ദേ ഹാവ് എ ഗ്ലൗസ്. ഓക്കെ, അപ്പൊ എന്താ ഗ്ലൗസ്? സ്റ്റെറൈൽ ഗ്ലൗസ്. സ്റ്റെറിൽ എന്താ? സ്റ്റെറിലൈസേഷൻ ചെയ്തായിരിക്കും ഗ്ലൗസ്, വെറുതെ ഗ്ലൗസ് അല്ലാതെ സ്റ്റെറിലൈസേഷൻ ചെയ്ത് നല്ല സ്പിരിറ്റിലൊക്കെ ഇട്ട് മുക്കി നല്ല ബെസ്റ്റ് ഗ്ലൗസ് ആയിരിക്കും. ഓക്കെ, അതായത് ബാക്ടീരിയ കണ്ടാമിനേറ്റ് ചെയ്യാൻ പാടില്ല, ബാക്ടീരിയൻ കണ്ടാമിനേഷൻ, അതായത് ഒരു പകരാൻ പാടില്ല രോഗം, അതിനാണ്. ഓക്കെ, ഇനി അടുത്തത് അസെപ്സിസ് ഡിനോട്ട്സ് ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിംഗ് മൈക്രോ ഓർഗാനിസം. അസെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താ? അസെപ്സിസ് ഡിനോട്ട് ആബ്സെൻസ് അല്ലെ, ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിംഗ്, ചെറിയ അണുക്കൾ അല്ലെ, ചെറിയ ഓർഗാനിസം ഡിസീസ്, അതുകൊണ്ട് രോഗം വരാൻ പാടില്ല, അതിനാണ് അസെപ്സിസ്. നമ്മള് അസെപ്റ്റിക്, സെപ്റ്റിക് കേട്ടിട്ടുണ്ട് അല്ലെ, സെപ്റ്റിക് തോന്നുന്നുണ്ട്. ഓ, ആ മനുഷ്യന്റെ കാല് സെപ്റ്റിക് ആയി നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ മനുഷ്യന്റെ കാലിൽ ഇരുമ്പ് കൊണ്ടു, ഇരുമ്പ് കമ്പി കൊണ്ടു, തുരുമ്പ്, അത് കൊണ്ടു സെപ്റ്റിക് ആയി. അയാളത് നോക്കാണ്ട് വെച്ച് അവസാനം പഴുത്തു, മരണം വരെ സംഭവിച്ചിട്ടുണ്ട് അല്ലെ, കാല് പഴുത്ത് നോക്കാണ്ട്. അപ്പൊ നമ്മള് ഇരുമ്പ് കമ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അപ്പൊ ഉടനെ തന്നെ എന്ത് ചെയ്യണം? നമ്മൾ ഉടനെ ഡോക്ടറെ കാണണം, ഡ്രസ് ചെയ്യണം അല്ലെ, സെപ്റ്റിക് നമ്മള് അത് സ്റ്റെറിലൈസേഷൻ ചെയ്യണം, സ്പിരിറ്റിൽ മുക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം. അല്ലെങ്കിൽ എന്താ നമ്മൾ കേട്ടേക്കണേ? സെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? സെപ്റ്റിക് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൻ കണ്ടാമിനേഷൻ, ഇരുമ്പ് കൊണ്ട് കുത്തിക്കേറുക, അങ്ങനെ കുത്തിക്കേറി നോക്കാതിരുന്ന അവസാനം പഴുത്ത് മരണം വരെ സംഭവിക്കാം. ഓക്കെ, അപ്പൊ അസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? അസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ നേരെ വിപരീതം, സെപ്റ്റിക്കിന്റെ നേരെ വിപരീതം. നമ്മൾ കേട്ടിട്ടുണ്ട് സെപ്റ്റിക് എന്ന്, കേട്ടിട്ടില്ലേ നിങ്ങള്? അയാളുടെ കാലിൽ ഇരിപ്പാണ്. ഓക്കെ, അസെപ്റ്റിക് അസെപ്റ്റിക് എന്താ പിന്നെ മുറിവ് പഴുക്കുക, മുറിവ് പഴുക്കുക, അതാണ് അസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ. നമ്മൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ സെപ്റ്റിക് ആയത്, അയാളുടെ കാലിൽ സെപ്റ്റിക് ആയി അവസാനം നോക്കാണ്ട് അവസാനം മരണം വരെ സംഭവിക്കുന്ന കേസുണ്ട്. കാരണം ഇരുമ്പ് ഇത് കൊണ്ടുപോയാലേ, ഇരുമ്പിന്റെ കമ്പിയൊക്കെ കൊണ്ട് കഴിഞ്ഞിട്ട് നോക്കാതിരുന്നാല് മുറിവ് പഴുക്കുകയും ഭയങ്കരമായി ഡിസീസ് അതൊക്കെ വന്ന് മരണം വരെ സംഭവിക്കാവുന്ന കേസാണ് സെപ്റ്റിക് ആവുകയെന്ന്. അപ്പൊ നമ്മൾ അപ്പൊ തന്നെ ചെയ്യാം. സെപ്റ്റിക് എന്ന് പറഞ്ഞാല് അസെപ്റ്റിക്കിന് സെപ്റ്റിക്. ഓക്കെ, അസെപ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റെറൈൽ ടെക്നിക് ഈസ് എ മെത്തേഡ് toward contamination from infectious agents and it is used to keep alive a germ-free environment in the operating room. എന്താണ്? a technique to use our contamination അല്ലെ, contamination from infectious agents അല്ലെ, രോഗം പകരാവുന്ന സാധനങ്ങളിൽ നിന്ന് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള യൂസ് ചെയ്യാൻ എന്താ പറയാ? അസെപ്റ്റിക്. ആൻഡ് ഇറ്റ് ഈസ് യൂസ് ടു കീപ്പ് alive a germ-free environment in the operating. എന്തിനാണത്? ഓപ്പറേറ്റിംഗ് റൂമില് ഒരു ജേം ഫ്രീ എൻവിറോൺമെന്റ് അല്ലെ, അണുവിമുക്ത അന്തരീക്ഷം. എന്താണ്? അണുവിമുക്ത അന്തരീക്ഷം ഉണ്ടാക്കാനാണ് എന്ത്? അസെപ്റ്റിക് ടെക്നിക്ക് യൂസ് ചെയ്യണം. നമ്മൾ കേട്ടിട്ടുണ്ട് സ്റ്റെറിലൈസേഷൻ അല്ലെ, കുട്ടികൾക്ക് ബേബീസിന് കൊടുക്കണം എങ്ങനെയാ? സ്റ്റെറിലൈസേഷൻ, സ്റ്റെറിലൈസ് ചെയ്ത ബോട്ടിൽസ് അല്ലെ, സ്റ്റെറിലൈസ് ചെയ്ത ബോട്ടിൽസ് ബേബീസിന് കൊടുക്കും. നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ചെറിയ ബേബീസിനെ കൊടുക്കണം, സ്റ്റെറൈൽ. ഓക്കെ, അതാണ് സ്റ്റെറൈൽ ടെക്നിക്. ഓക്കെ, നെക്സ്റ്റ് ഏതാ? അടുത്തത് ഈച്ച് ഓപ്പറേറ്റിംഗ് റൂം വേരിയസ് ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് സർജറി ബീയിങ് ഡൺ. ഓരോ ഓപ്പറേറ്റിംഗ് റൂമും വേറെ വേറെ ആയിരിക്കും അല്ലെ. ഇപ്പൊ തൈറോയ്ഡ് സർജറിക്കാര് ഓപ്പറേറ്റിംഗ് റൂം വേറെ ആയിരിക്കും, ഫൈബ്രോയിഡിന്റെ സർജറിക്ക് വേറെ റൂം ആയിരിക്കും അല്ലെ. വേറെ ഓപ്പറേറ്റിംഗ് ഫൈബ്രോയിഡ് സർജറിക്ക് വേറെ ഓപ്പറേറ്റിംഗ് റൂം ആയിരിക്കും, തൈറോയ്ഡ് സർജറിക്ക് വേറെ ഓപ്പറേറ്റിംഗ് റൂം ആയിരിക്കും. ഓക്കെ, അത് ഓരോ ഓപ്പറേറ്റിംഗ് റൂമും ഓരോരോ സർജറി അനുസരിച്ചിരിക്കും അല്ലെ. അതിന് വേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെ. തൈറോയിഡുകാർക്ക് തൈറോയിഡിന്റെ സർജറിയും ഫൈബ്രോയിഡിന്റെ സാധനങ്ങളും വേണം അല്ലെ. അതാണ് പറയുന്നത്, ഓരോ ഓപ്പറേറ്റിംഗ് റൂമും ഓരോ തരത്തിലുള്ളതായിരിക്കും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സർജറി. ഏത് സർജറി ആണെന്നനുസരിച്ച് ആയിരിക്കും. ഓക്കെ, ഇനി എന്താണ്
The operating table in the center of the room should be able to raise, lower and tilt in any direction. Operating table എവിടെയാണ്? സെന്ററിൽ തന്നെ അല്ലെ? സെന്ററിൽ തന്നെ ഓപ്പറേറ്റിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ഓപ്പറേറ്റിംഗ് റൂമിന്റെ. അതെങ്ങനെയായിരിക്കും? അത് പൊക്കാനും താത്താനും ഏത് ഡയറക്ഷൻ അല്ലെ? റേസ് ചെയ്യാനും പൊക്കാൻ, ലോവർ താത്താനും, പിന്നെ ടിൽറ്റ് ചെരിക്കാൻ ഏത് ഡയറക്ഷനിലും. അതേപോലെ ഒരു ഓപ്പറേറ്റിംഗ് ടേബിൾ എപ്പോഴും അങ്ങനെ ആയിരിക്കും, ഓപ്പറേറ്റിംഗ് ടേബിൾ അല്ലെ? അപ്പൊ അത് ഇനി അടുത്ത എന്താ? ഓപ്പറേറ്റിംഗ് റൂം ലാംപ്സ് യെല്ലോ ഫോർ ബ്രില്യന്റ് ഇലുമിനേഷൻ വിത്തൗട്ട് ഷാഡോസ് ഇൻ ദ കേസ് ഓഫ് സർജറി. ഓപ്പറേറ്റിംഗ് റൂം ലാമ്പുകൾ, ഓപ്പറേറ്റിംഗ് റൂമിലെ വിളക്കുകൾ എങ്ങനെയായിരിക്കണം? നല്ല ഇലൂമിനേഷൻ അല്ലെ? നല്ല വെളിച്ചമായിരിക്കണം. എന്താ? വിത്തൗട്ട് ഷാഡോ അല്ലെ? ഷാഡോ നിഴലുകളൊന്നും പാടില്ല ഇൻ ദ കേസ് ഓഫ് സർജറി, സർജറിയുടെ സമയത്ത്. അപ്പൊ അതായി. ഇനി മൂന്നാമത്തെ ഏതാ? പേഷ്യന്റ് വിൽ ബി ലിങ്ക്ഡ് ടു ഡിഫറെന്റ് മോണിറ്റേഴ്സ് ദാറ്റ് കീപ് ട്രാക്ക് ഓഫ് വൈറ്റൽ സൈൻസ്. ദീസ് കൺസിസ്റ്റ് ഓഫ് യുവർ ഹാർട്ട് റേറ്റ് ആൻഡ് ബ്ലഡ് പ്രഷർ അല്ലെ? ആ മോണിറ്റേഴ്സ് മിസ് ആദ്യം പറഞ്ഞു, മോണിറ്ററുകൾ ഉണ്ടാവും. മോണിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? സ്ക്രീൻ അല്ലെ? ഔട്ട്പുട്ട് സ്ക്രീൻ. എന്തിനാണ് അത് പേഷ്യന്റ് മോണിറ്റേഴ്സ്? പേഷ്യന്റിന്റെ ഹാർട്ട് ബീറ്റ്, ബ്ലഡ് പ്രഷർ റേറ്റ്, അതിന്റെ സിഗ്നൽസ് എന്താണ്, അതിന്റെ വ്യതിയാനങ്ങൾ അല്ലെ? നമ്മൾ ടി വിയിൽ കണ്ടിട്ടുണ്ട്, സിനിമയിൽ എപ്പോഴും കണ്ടല്ലേ? ആ സിഗ്നൽസ് ഇങ്ങനെ പോണാണ് ECG അല്ലെ? അതിനാണിത് പേഷ്യന്റ് മോണിറ്റേഴ്സ് അല്ലെ? ടു ട്രാക്ക് വൈറ്റൽ സൈൻസ് അല്ലെ? അതിൽ നിന്ന് വരുന്ന ഓരോ സൈനുകൾ, അതിൽ നിന്ന് വരുന്ന ഒരു സിമ്പലുകൾ എന്തൊക്കെയാണ് മനസ്സിലാക്കാനായിട്ട് പേഷ്യന്റ് മോണിറ്റേഴ്സ് ഉണ്ടാവും. ഓക്കെ, ഇനി ഏതാ വരിക? എ വെന്റിലേറ്റർ ഓർ ബ്രീത്തിങ് മെഷീൻ സ്റ്റാൻഡ്സ് ക്ലോസ് ടു ദ ഹാൻഡ് ഓഫ് ഓപ്പറേറ്റിംഗ് ടേബിൾ. വെന്റിലേറ്റർ അല്ലെ? വെന്റിലേറ്റർ എന്തിനാ? രോഗിയുടെ ആ ഭാഗത്ത് തന്നെ, ഓപ്പറേഷൻ തിയേറ്ററിന്റെ ആ ഭാഗത്ത് തന്നെ എന്താ? ഒരു വെന്റിലേറ്റർ, ബ്രീത്തിങ് മെഷീൻ അല്ലെ? ബ്രീത്തിങ് മെഷീൻ സ്റ്റാൻഡ്സ്, വെന്റിലേറ്റർ അഥവാ ബ്രീത്തിങ് മെഷീൻ സ്റ്റാൻഡ്സ് ക്ലോസ് ടു ഹെഡ് ഓഫ് എ ഓപ്പറേറ്റിംഗ് ടേബിൾ. ഇഫ് ദ പ്രൊസീജിയർ ഈസ് ഡൺ അണ്ടർ ജനറൽ അനസ്തേഷ്യ. അപ്പൊ പലതരം അനസ്തേഷ്യന്റെ ആയിരിക്കും. നമ്മളിപ്പോ അത് പഠിക്കും, ഇപ്പൊ നമ്മളത് പിന്നെ പഠിക്കാം. എത്ര അനസ്തേഷ്യ പിന്നെ പഠിക്കാം. ഇപ്പൊ നമ്മളത് കണക്കാക്കണ്ട. ഇത് മാത്രം. ഇഫ് ദ പ്രൊസീജിയർ ഈസ് ഡൺ അണ്ടർ ജനറൽ എന്തോ എന്താ പഠിച്ചതാണ്, 3 അനസ്തേഷ്യ ഉള്ളത് പഠിച്ചതാണ്. പഠിച്ചല്ലേ? അപ്പൊ ഇത് ജനറൽ അനസ്തേഷ്യ. ജനറൽ അനസ്തേഷ്യ പഠിച്ചു. If the procedure is done under general anesthesia, a ventilator will breathe for you in the course of the procedure, moving oxygen and air in and out of your lungs. ശ്വാസകോശങ്ങളിലേക്ക് അല്ലെ? ശ്വാസകോശങ്ങളില് ഓക്സിജനും എയറും ഫില്ല് ചെയ്യാനായിട്ട് വെന്റിലേറ്റർ വിൽ ബ്രീത്ത്. ലങ്സിലേക്ക് ഓക്സിജനും എയറും കടത്തി വിടാനും ബ്രീത്ത് ചെയ്യാൻ വെന്റിലേറ്ററും. ജനറൽ അനസ്തേഷ്യ എനിക്ക് മസ്റ്റ് ആയിട്ട് സർജറി അവിടെ ഉണ്ടാവും. ഓക്കെ, പിന്നെ ഏതാ വരിക? ജേം ഫ്രീ ഇൻസ്ട്രുമെന്റ്സ് ടു ബി യൂസ്ഡ് അണ്ടർ അതെല്ലാവർക്കും എളുപ്പം അല്ല? അറിയാം. ജേം ഫ്രീ ആയിരിക്കണം. ഇൻസ്ട്രുമെന്റ്സ് മസ്റ്റ് ബി ജേം ഫ്രീ ടു ബി യൂസ്ഡ് ഡ്യൂറിംഗ് സർജറി. ജേം ഫ്രീ ആയിരിക്കും അല്ലെ? ഇൻസ്ട്രുമെന്റ്സില് അണുവിമുക്തമായിരിക്കും. ഇനി ഏതാ? എ ഡയാതെർമി മെഷീൻ അല്ലെ? എന്താണ് ഡയാതെർമി മെഷീൻ? ടു കൺട്രോൾ ബ്ലീഡിങ്. യൂഷ്വലി ഡയാതെർമി മെഷീൻ എന്ന് പറഞ്ഞാൽ എന്താ? ടു കൺട്രോൾ ബ്ലീഡിങ്. സർജറി നടന്നുകൊണ്ടിരിക്കുമ്പോ ബ്ലഡ് ഓവർഫ്ലോ, ബ്ലഡ് എങ്ങാനും ഓവർഫ്ലോ മറ്റോ ബ്ലീഡിങ്ങോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ എന്തിനാ അത്? ഡയാതെർമി മെഷീൻ അല്ലെ? ബ്ലഡ് എങ്ങാനും ഓവർഫ്ലോയോ മറ്റോ ഒക്കെ ഉണ്ടാകണം തടയാനായിട്ട് എ ഡയാതെർമി മെഷീൻ ടു കൺട്രോൾ ബ്ലീഡിങ് യൂഷ്വലി അതും ഉണ്ടാവും അല്ലെ? എ ഡയാതെർമി മെഷീനും എന്തായാലും ഉണ്ടാവും. ഓക്കെ, ഇനി ഏതാ വരുന്നത്? ഇഫ് ദ സർജറി റിക്വയർസ് ഇറ്റ്, a heart lung machine or other specialized tool may be brought into the room. സർജറി അല്ലെ? സർജറിക്ക് ആവശ്യമാണെങ്കിൽ. ഇനി അക്കോർഡിംഗ് ടു സർജറിക്ക് ആവശ്യമുള്ള അനുസരിച്ച് ഹാർട്ടോ ലങ്ങോ അല്ലെ? ചെസ്റ്റ് അല്ലെ? ഹൃദയത്തിന് അല്ലെങ്കിൽ ശ്വാസകോശത്തിനും വേണ്ട മെഷീൻ അല്ലെ? അത് ആവശ്യമാണെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ സർജറി. ആ സർജറിക്ക് ആവശ്യമാണെങ്കിൽ അങ്ങനെ ഒരു സ്പെഷ്യലൈസ്ഡ് ടൂൾ or other specialized tool, അങ്ങനത്തെ ഒരു സ്പെഷ്യലൈസ്ഡ് ടൂള് മേ ബി ബ്രോട്ട് ഇൻ അതും കൊണ്ടുവരണം. ഓക്കെ, ഇനി എന്താ? The operating room will likely to be cold to reduce bacterial growth അല്ലെ? ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയായിരിക്കണം? likely to be cold, നല്ല തണുത്തായിരിക്കണം. എന്തിനാ? ടു റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത്.
ബാക്ടീരിയ കണ്ടാമിനേഷൻ വളരാൻ പാടില്ല അല്ലെ. അതിന് വേണ്ടിയിട്ട് ഇതും നമ്മൾ മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മള് എത്ര 4 പാരഗ്രാഫ് നോക്കി അല്ലെ. മിസ് ഒന്നുകൂടി ഓടിച്ചൊന്ന് നോക്കാം. ഏതൊക്കെയാ നോക്കി, എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ OT അല്ലെ. OT അഥവാ ഓപ്പറേഷൻ തിയേറ്റർ. OT അഥവാ ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേഷൻ തിയേറ്റർ ഇസ് എ പ്ലേസ് where certain intrusive surgical procedures such as operations take place. And 3 of them ഏതൊക്കെയാ? Keyhole surgery, having laparoscope and camera, in the small incision. Small incision means for എന്താ? സ്മോൾ കട്ട്സ് അല്ലെ. കട്ട്സ് ഉണ്ടാക്കും, എന്നാലും നമുക്ക് ഇന്റേണൽ ഓർഗാനിൽ എത്താൻ പറ്റുള്ളൂ. രണ്ടാമത്തെ ഓപ്പൺ സർജറി, വേർ സർജൻ മേക്ക് ലാർജ് കട്ട്സ്, വലിയ കട്ട്സ് ഉണ്ടാക്കും, വലിയ സർജറി, ഓപ്പൺ സർജറിക്ക്. ഓക്കെ, ടു റീച്ച് ഇൻറ്റു ഇന്റേണൽ ഓർഗാനിൽ എത്തണം അല്ലെ. ഉള്ളിലുള്ള അവയവങ്ങളിൽ എത്തിയിട്ട് വേണം നമുക്കത് സർജറി ചെയ്യാൻ. അവിടെ എത്താൻ വേണ്ടി വലിയ കട്ട്, അത് ഓപ്പൺ സർജറി. ആൻഡ് മൂന്നാമത്തേതാ? റോബോട്ട് അസിസ്റ്റഡ് സർജറി. അതെന്താ? സർജന് ഒരു റോബോട്ട് ഡിവൈസ്, അതായത് യന്ത്ര ഉപകരണം ഹെൽപ്പ് ചെയ്യും. സർജനെ ഒരു യന്ത്ര ഉപകരണം ഹെൽപ്പ് ചെയ്യും. അതിനാണ് എന്ത് പറയാ? റോബോട്ട് അസിസ്റ്റഡ് സർജറി. ഇനി ഒരു ഹാൻഡ്, എന്താ? ഒരു റോബോട്ടിക് ഹാൻഡ് ഉണ്ടാവും. സർജന്റെ അടുത്ത് ഒരു റോബോട്ടിക് ഹാൻഡ് ഉണ്ടാവും. ആ ഹാൻഡിൽ എന്താണ്? എല്ലാ മെഡിക്കൽ ഉപകരണങ്ങളും, എല്ലാം മെഡിക്കൽ അല്ലെ, സർജറിക്ക് വേണ്ട ഉപകരണങ്ങള് ആ റോബോട്ടിന്റെ കയ്യിലുണ്ടാവും. ഇതിനാണ് എന്ത് പറയാ? റോബോട്ട് അസിസ്റ്റഡ് സർജറി. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റർ എന്താണെന്ന് മനസ്സിലായി. ഓപ്പറേഷൻ തിയേറ്ററിൽ 3 സർജറീസ് അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻസ് നടക്കും, സർജറീസ് അല്ലെ. എന്തൊക്കെയാണെന്ന് മനസ്സിലായി. കീഹോൾ ഓപ്പൺ, കീഹോൾ സർജറി, ഓപ്പൺ സർജറി ആൻഡ് റോബോട്ട് അസിസ്റ്റഡ് സർജറി. കറക്റ്റ്, ഗുഡ്. ഇനി എന്താണ് OT എന്ന് പറഞ്ഞാൽ? അതർവൈസ് ഓപ്പറേഷൻ തിയേറ്റർ അഥവാ OT is otherwise known as operating room. OR. ഓപ്പറേറ്റിംഗ് റൂം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇനി എന്താ പഠിച്ച? OR എൻവിറോൺമെന്റ് അല്ലെ. OR എൻവയറൺമെന്റ്. എന്താണ് അന്തരീക്ഷം? ഓപ്പറേറ്റിംഗ് ഫ്രീ എൻവയറൺമെന്റ്. ആയിരിക്കണം. ഓപ്പറേറ്റിംഗ് റൂംസ് ആർ ജേം ഫ്രീ എൻവയറൺമെന്റ്സ്. ഓപ്പറേറ്റിംഗ് അന്തരീക്ഷം ജേം ഫ്രീ ആയിരിക്കണം. ഓൾ പേഴ്സണൽ, ഓൾ. സാഹിറ വീഡിയോ മ്യൂട്ട് ചെയ്യൂ, വീഡിയോ ക്ലോസ് ചെയ്യൂ. സാഹിറ വീഡിയോ ഓൺ ചെയ്ത് വെച്ചേക്കുവാണല്ലോ. OR എൻവിറോൺമെന്റ് അന്തരീക്ഷം അല്ലെ. ഓപ്പറേഷൻ റിസർച്ചിന്റെ അന്തരീക്ഷം എങ്ങനെയായിരിക്കണം? ഇറ്റ് മസ്റ്റ് ബി ജേം ഫ്രീ. എല്ലാരും എന്ത് ധരിച്ചിരിക്കണം? സ്ക്രബ്, മാസ്ക്, ക്യാപ്പ്, ഷൂ കവേഴ്സ്, ഐ ഷീൽഡ്. ഓക്കെ, അതൊക്കെ ധരിച്ചിട്ട് വേണം കയറാൻ. പിന്നെ എന്തായിരിക്കണം? ഓപ്പറേറ്റിംഗ് റൂം നല്ല ലൂമിനസ് ആയിരിക്കണം, ടെമ്പറേച്ചർ കൂൾ ആയിരിക്കണം, എയർ കണ്ടീഷൻ ആയിരിക്കണം, AC ആയിരിക്കണം അല്ലെ. ഓപ്പറേറ്റിംഗ് റൂം ഷുഡ് ബി എയർ കണ്ടീഷൻ, AC ആയിരിക്കണം. ടു ഹെൽപ്പ് പ്രിവെന്റ് ഇൻഫെക്ഷൻ ത്രൂ ബാക്ടീരിയൽ ഫിൽട്രേഷൻ സിസ്റ്റം. ഓക്കെ, അതായിരിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ എന്താ? OR എക്യുപ്മെന്റ് അല്ലെ. അപ്പൊ എന്തൊക്കെ പഠിച്ചു? respiratory and cardiac support, resuscitative devices, patient monitors, diagnostic tools. ഓക്കെ, OR എൻവിറോൺമെന്റ് വരെ നോക്കി അല്ലെ. ഇനി നമ്മൾ എന്താ? ഉപകരണങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ അല്ലെ. OR എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? ഓപ്പറേഷൻ റൂം എക്യുപ്മെന്റുകൾ. ഓപ്പറേഷൻ റൂം റെസ്പിറേറ്ററി, കാർഡിയാക് അല്ലെ, കാർഡിയാക് സപ്പോർട്ട് ആൻഡ് റെസ്പിറേറ്ററി ഡിവൈസസ്. പിന്നെ റെസിസിറ്റേറ്റീവ് ഡിവൈസസ്. അത് രോഗി അൺകോൺഷ്യസ് ആണെങ്കിൽ രോഗിക്ക് ഓക്സിജൻ കൊടുക്കാൻ, അൺകോൺഷ്യസ് ആയ രോഗിക്ക് ഓക്സിജൻ പമ്പ് ചെയ്യാനാണ് റെസിസ്റ്റേറ്റീവ് ഡിവൈസ് യൂസ് ചെയ്യാൻ. ഓക്കെ, പേഷ്യന്റ് മോണിറ്റർ അത് അപ്പപ്പ കാണിക്കും, അപ്പപ്പ കാണിച്ചോണ്ടിരിക്കും. പേഷ്യന്റ് കണ്ടിട്ടുണ്ട്, നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് അല്ലെ. നമ്മൾ ഒത്തിരി ടിവിയിലും മറ്റോ കണ്ടിട്ടുണ്ട്, ഒത്തിരി നമുക്ക് അറിയാം. ഡയഗ്നോസ്റ്റിക് ടൂൾസ്, അതർ ഡയഗ്നോസ്റ്റിക് ടൂൾസ് അല്ലെ. പിന്നെ ശരീരഭാഗങ്ങള് ചെക്ക് ചെയ്യാനുള്ള, മറ്റ് ഡയഗ്നോസ് ചെയ്യാനുള്ള ഓരോരോ ശരീരഭാഗങ്ങളും ഡയഗ്നോസ് ടു ചെക്ക്, അനലൈസ് ചെയ്യാനുള്ള ടൂൾസ് അതും വേണം അല്ലെ. അപ്പൊ അത് ഓക്കെ.
ഇനി ആരൊക്കെയാണ് സ്റ്റാഫ്? ആരൊക്കെയാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടാവണേ? സർജൻസ്. സർജൻസ്. നമ്മൾ സർജറി ചെയ്യണവരെ എന്താ പറയാ? സർജൻ. ദോസ് ഹു പെർഫോം സർജൻസ്. സർജൻസിന്റെ കൂടെ ആരൊക്കെ ഉണ്ടാവണേ നോക്കാം. സാഹിറ, വീഡിയോ ഓഫ് ചെയ്യൂ. സാഹിറ, വീഡിയോ ഓഫ് ചെയ്യൂ. ഓക്കെ. എന്താ ഇനി എന്താ? സർജൻ, അനസ്തെറ്റിക്. സർജൻസ് കഴിഞ്ഞാൽ പിന്നെ ആരാ? അനസ്തേഷ്യ കൊടുക്കണവരല്ലേ? എന്തിനാ അനസ്തേഷ്യ കൊടുക്കണേ? വേദന അറിയരുത് അല്ലെ? രോഗി വേദന അറിയരുത് ആ സമയത്തും മുമ്പും അല്ലെ? ഈ ഓപ്പറേഷന് മുമ്പും രോഗി വേദന അറിയാൻ പാടില്ല. അതിന്റെ സമയത്തും രോഗി വേദന അറിയാൻ പാടില്ല. അൺകോൺഷ്യസ്. നമുക്ക് മുറിവുണ്ടാക്കണം അല്ലെ? വി ഹാവ് ടു മേക്ക് എ വൂണ്ട്, വി ഹാവ് ടു മേക്ക് എ കട്ട്. നമുക്കൊരു കട്ട് ഉണ്ടാക്കിയിട്ട് വേണം, ഇതുണ്ടാക്കിയിട്ട് വേണം, അതിനകത്തു കൂടി വേണം ചെയ്യാൻ. രോഗി, ദ പേഷ്യന്റ് മസ്റ്റ് നോട്ട് നോ, ഈ മസ്റ്റ് ബി അൺകോൺഷ്യസ് അല്ലെ? അപ്പൊ മാത്രമാണ് നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് ആരാ വേണ്ടേ? അനസ്തെറ്റിക്. കറക്റ്റ്. ഇനി ആരാ? എന്താ? ഓൾ 4 stages, 4 stages ഓഫ് ഓപ്പറേഷൻ കൂടെ ഉണ്ടാവണം. ഇനി ആരാ? തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് അല്ലെ? തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ് അവരെന്തിനാ? നമുക്ക് ഒരിക്കലും നടത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. വാർഡിൽ നിന്ന് അവരെ സ്ട്രെച്ചറിൽ ഉന്തി കൊണ്ടുവരാൻ പറ്റുള്ളൂ അല്ലെ? അതിനുള്ള തിയേറ്റർ സപ്പോർട്ട് വർക്കേഴ്സ്. ഓക്കെ. ഓപ്പറേറ്റീവ് തിയേറ്ററിൽ കൊണ്ടുവരാൻ. ഇനി ആരാ? കാർഡിയോഗ്രാഫേഴ്സും ഉണ്ട്. അവരുണ്ടാവും കൂടെ, അവരെപ്പോഴും ഉണ്ടാവും സർജറി സമയത്ത് അല്ലെ? എന്തിനാണ്? ഇത് നോക്കാനായിട്ട്. ഇലക്ട്രോ കാർഡിയോഗ്രാഫ് അല്ലെ? ഹാർട്ട് ബീറ്റ് നോക്കണം. ഓക്കെ. ഇനി റേഡിയോഗ്രാഫേഴ്സ്. If essential or if necessary, the X-ray of the body part must be taken. അല്ലെ? ഈ സർജറിയുടെ സമയത്ത് ആ ഭാഗം എങ്ങനെ ഇരിക്കണം? എക്സ്റേ അല്ലെ? അതിന് നമുക്ക് എക്സ്റേ എടുക്കേണ്ടി വരും. പെട്ടെന്ന് നോക്കണം ആ ഭാഗത്ത് എന്താണ് ഉണ്ടായിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് എന്താ? റേഡിയോഗ്രാഫർ ഇല്ലാതെ പറ്റില്ല. അതാണെന്ത്? റേഡിയോഗ്രാഫേഴ്സ് ടു ടേക്ക് എക്സ്റേസ് ഇഫ് ദേ ആർ റിക്വയർഡ്. ഓക്കെ. അപ്പൊ അതാണ്. ഇനി അടുത്തേതാ? നമ്മള് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കിടക്കണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തേതാ? നിന്റെ ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം എന്ത്? നമ്മൾ അവരെ OR എക്സിക്യൂട്ടീവ്, പേഴ്സണൽ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ്, ഡയറക്ടർ ഇല്ലേ? അവരോട് വെരി ഗുഡ് അത് ചെയ്യണം. പിന്നെന്താ? ആർട്ടിഫിഷ്യൽ നെയിൽസ്, എക്സ്റ്റൻഡ് നെയിൽ പോളിഷ് അതൊന്നും പാടില്ല. ജ്വല്ലറി, ഒരു ജ്വല്ലറി, ഗോൾഡോ മെറ്റലോ ഒന്നും. പിന്നെന്താണ്? സർജിക്കൽ ക്ലോത്ത്സ്, പുട്ട് ഓൺ സർജൻ അല്ലെ? അവരൊരു സർജിക്കൽ ക്ലോത്ത് തരും, അത് ധരിക്കണം അല്ലെ? ടോപ്പ് ആൻഡ് ബോട്ടം. ഓക്കെ ഇല്ലേ? ടോപ്പ് ആൻഡ് ബോട്ടം. പിന്നെന്താ? സർജിക്കൽ ക്ലോത്ത് മസ്റ്റ് ബി വോൺ ഓൺലി ഇൻ ദ സർജിക്കൽ ഏരിയ. അത് അവിടെ വെച്ച് മാത്രമേ നീങ്ങുന്ന ആ ഏരിയ അല്ലെ? ആ ഒരു ഭാഗത്ത് വെച്ച് മാത്രമേ നമുക്ക് അത് ധരിക്കാൻ പറ്റൂ. ഓക്കെ, പാടില്ല. ഇനി ഏതാ? കവർ ഷൂസ് ആസ് പെർ ഏജൻസി പോളിസി ഓൾസോ ടു കവർ ഷൂസ്, ഹെഡ് അല്ലെ? അതൊക്കെ കവർ ചെയ്യുക. ക്യാപ്സ്, സർജിക്കൽ മാസ്ക്, ആ പോളിസി സർജിക്കൽ മാസ്ക് ഒക്കെ ആ നിയമങ്ങൾ പാലിക്കുക. ഓക്കെ. പെർഫോമൻസ് സർജിക്കൽ ഹാൻഡ് സ്ക്രബ്. സ്ക്രബ് മിസ് പറഞ്ഞ എന്താണ്? സ്ക്രബ് ഈസ് എ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ്. അതിനാണ് സർജിക്കൽ. ആ സ്ക്രബ് യൂസ് ചെയ്യാം. എന്തിനാണത്? ഒരു സംശയമില്ല. ഓൺ ഹാൻഡ്സ് ബിഫോർ അപ്ലൈയിങ് സ്റ്റെറൈൽ ഗ്ലൗസ്. ഗ്ലൗസ് അറിയില്ലേ? ഡോക്ടേഴ്സിന്റെ ഗ്ലൗസ് കണ്ടിട്ടില്ലേ? ആ ഗ്ലൗസ് സ്റ്റെറിലൈസ് ഒക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കിയിട്ടാണ് അവര് എടുക്കുള്ളൂ. ഓക്കെ. ഇനി അടുത്ത അസെപ്സിസ്. മിസ് പറഞ്ഞ് അസെപ്സിസ് എന്താണ്? സെപ്റ്റിക്കിന്റെ ഓപ്പോസിറ്റ് ആണ് അസെപ്റ്റിക്. സ്റ്റെറിലൈസേഷൻ. സ്റ്റെറൈൽ ടെക്നിക്. എന്തിനാണിത്? സ്റ്റെറിലൈസേഷൻ നമ്മൾ കണ്ടിട്ട് ചെറിയ കുഞ്ഞു കുട്ടികൾക്കൊക്കെ പാല് കൊടുക്കണ കുപ്പി നമ്മൾ എന്തിലിടും? ചൂടുവെള്ളത്തിലിട്ടും സ്റ്റെറിലൈസ് ചെയ്യും അല്ലെ? ചെറിയ കുട്ടികൾക്ക് ഒരു രോഗം വരാണ്ടിരിക്കാനുണ്ട്. ചെറിയ കുട്ടികൾക്ക് പാല് കൊടുക്കുന്ന കുട്ടി നമ്മള് ബോട്ടിൽ നമ്മൾ നല്ല ചൂടുവെള്ളത്തിലിട്ട്
സ്റ്റെറിലൈസ് ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. ഒരു രോഗവും കുട്ടികൾക്ക് വരാണ്ട്. ചെറിയ കുട്ടിയല്ല, അപ്പൊ നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യും. അപ്പൊ അതിനാണ് സ്റ്റെറൈൽ എന്ന് പറയുന്നത്. നല്ല ചൂടുവെള്ളത്തിലിട്ട് നല്ല അണുവിമുക്തമാക്കിയിട്ട് ഒരു ഇത്, അതിനാണ് നമ്മൾ സ്റ്റെറൈൽ ടെക്നിക് ഈസ് എ മെത്തേഡ് used to avoid contamination from infectious agents, and it is used to keep a germ-free environment in the operating room. ഓപ്പറേറ്റിംഗ് റൂമില് ജേം ഫ്രീ എൻവിറോൺമെന്റ് ആയിരിക്കണം അല്ലെ, അണുവിമുക്ത അന്തരീക്ഷമായിരിക്കണം. എന്താണ് അണുവിമുക്ത അന്തരീക്ഷമായിരിക്കണം അല്ലെ? അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ നമ്മളൊരു കാര്യമില്ല സർജറി കയറിയിട്ട് അല്ലെ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ, എന്റെ ഈ അസെപ്സിസും അസെപ്റ്റിക് എന്നും പറഞ്ഞാൽ രണ്ട് സെയിം ആണോ? രണ്ടും സെയിം ആണ്. കാരണം എന്താ പറയുക, അസെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്ത്, ഡിനോട്ട്സ് ആബ്സെൻസ് ഓഫ് ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസംസ് അല്ലെ. എന്താ പറയണേ, അസെപ്സിസ് എന്ന് പറഞ്ഞാല് സ്റ്റെറിലൈസ് തന്നെയാണ് അർത്ഥം. കാരണം എന്താ, രോഗമില്ലായ്മ അല്ലെ. അസെപ്സിസ് എന്ന് പറഞ്ഞാൽ എന്താ, രോഗമില്ലായ്മ. മൈക്രോ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ ചെറിയ ജീവികള്, രോഗമില്ലാത്ത ചെറിയ ജീവികൾ മൂലം രോഗമില്ലാത്ത അവസ്ഥേനെയാണ് എന്ത് പറയാ, അസെപ്സിസ് എന്ന് പറയാം. അസെപ്റ്റിക് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് അത്. സ്റ്റെറിലൈസേഷൻ. അതിനാണ് ഞാൻ ആ കുട്ടികളുടെ ഉദാഹരണം, കുഞ്ഞു കുട്ടികളുടെ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്റ്റെറിലൈസേഷൻ ബോട്ടിൽ സ്റ്റെറിലൈസ് ചെയ്തിട്ട് കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുള്ളൂ. നല്ല ചൂടുവെള്ളത്തില്. കുട്ടികളല്ല രോഗമൊന്നും വരാൻ, ചെറിയ ബോൺ ബേബീസിനൊക്കെ നല്ലോണം സ്റ്റെറിലൈസ് ചെയ്ത് കുപ്പിയൊക്കെ വെള്ളത്തിലിട്ട് ചൂടുവെള്ളത്തിലിട്ട് നല്ല എന്നിട്ട് പാലതിനകത്താക്കി കൊടുക്കുക. ഫീഡിംഗ് ബോട്ടിൽ അതിനകത്ത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും സ്റ്റെറിലൈസേഷൻ എന്താണ്. ഇസ് യൂസ് ടു കവേർഡ് എന്നാണ്. ഇനി അത് ഓക്കെ. ഇനി അടുത്തെന്ന് പഠിച്ച ഓപ്പറേറ്റിംഗ് ഇമ്പോർട്ടന്റ് അല്ലെ. ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയൊക്കെ ആയിരിക്കണം, നടുക്ക് തന്നെ ഓപ്പറേറ്റിംഗ് ടേബിൾ അതെങ്ങനെയൊക്കെ ആയിരിക്കണം, പൊക്കാനും താത്താനും ചെരിക്കാനും പിന്നെ ഏത് ഡയറക്ഷനിലേക്കും പറ്റണം. അത് ഓപ്പറേറ്റിംഗ് ടേബിൾ അല്ലെ. പിന്നെ ഏതാ, ലാംപ്സ്, വിളക്കുകൾ. നിഴല് പാടില്ല, നിഴല് അല്ലെ, നിഴല് പാടില്ല. നല്ല ഇലൂമിനേഷൻ ആയിരിക്കണം. ഞാൻ പേഷ്യന്റ് വരുമ്പോ ലിങ്ക്ഡ് മോണിറ്റർ എന്തിനാണ്, ഹാർട്ട് ബീറ്റ്, ബ്ലഡ് റേറ്റ്, ബ്ലഡ് പ്രഷർ അതൊക്കെ നോക്കാനും. പേഷ്യന്റ് മോണിറ്റർ. വെന്റിലേറ്റർ ടു ഹെൽപ്പ് ബ്രീത്തിങ് അല്ലെ. വെന്റിലേറ്റർ എന്തിനാ, ബ്രീത്തിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ. ഓക്കെ, അതുണ്ടാവും. ജനറൽ അനസ്തേഷ്യ ആണെങ്കിലും if the procedure is done under general anesthesia, a ventilator will breathe for you in the course of the procedure, moving oxygen and air in and out of your lungs. Oxygen കൊടുക്കാനായിട്ട്. ഇനി ഏതാ, germ free instruments. germ free instruments നല്ല ഇതിലൊക്കെ നല്ല germ free ആയിരിക്കും ഇൻസ്ട്രുമെന്റ്സ് to be used in a diathermy machine. എന്താണ് diathermy machine? To control overflow. ഇനി വല്ല സർജറിക്ക് സമയത്ത് ബ്ലീഡിംഗ് ഉണ്ട്, ഓവറായിട്ട് ബ്ലീഡിങ്, ഓവർഫ്ലോ, ബ്ലഡ് ഓവർ. അപ്പൊ ഏതാണ് യൂസ് ചെയ്യുള്ളൂ, ആ മെഷീനാണ് യൂസ് ചെയ്യണത്. ഏത്, എ ഡയാതർമി മെഷീൻ ടു കൺട്രോൾ ബ്ലീഡിങ് യൂഷ്വലി എപ്പോഴും ഉണ്ടാവും. ഓക്കെ. പിന്നെന്താ, ഇഫ് ദ സർജറി റിക്വയർസ് ഇറ്റ്, എ ഹാർട്ട് ലങ് മെഷീൻ ഓർ അതർ സ്പെഷ്യലൈസ്ഡ് ടൂൾ മേ ബി ബ്രോട്ട് ഇൻ ടു ഇറ്റ്. സർജറിക്ക് ആവശ്യമാണെങ്കിൽ, ഇഫ് എസെൻഷ്യൽ, ഇഫ് നെസസറി, ഒരു ഹാർട്ട് ലങ്, ചെസ്റ്റിന്റെയോ ശ്വാസകോശ ലങ്സിന്റെയോ മെഷീൻ ആവശ്യമാണെങ്കിൽ ആ മെഷീനും കൊണ്ടുവരണം അല്ലെ. അതും ആവശ്യമാണ്, അതും വേണ്ട. ഓർ അതർ സ്പെഷ്യലിസ്റ്റ്. ഇനി വേറെ വല്ല സ്പെഷ്യലിസ്റ്റ് ടൂൾ, വേറെ വല്ല സ്പെഷ്യലിസ്റ്റ് ഉപകരണം വേണോ, അതും കൊണ്ടുവരണം. മേ ബി ബ്രോട്ട് ഇൻ ടു ദ റൂം. ദ ഓപ്പറേറ്റിംഗ് റൂം വിൽ ലൈക്ലി ബി കോൾഡ് ടു റെഡ്യൂസ് ബാക്ടീരിയൽ. ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയായിരിക്കും, ലൈക്ലി ടു ബി കോൾഡ് അല്ലെ. എന്തിനാണ് തണുത്ത അന്തരീക്ഷം, ടു റെഡ്യൂസ് ബാക്ടീരിയൽ ഗ്രോത്ത് അല്ലെ. ബാക്ടീരിയ വളരാൻ പാടില്ല അതിനിടയിൽ. അതുകൊണ്ട് അതും ഓക്കെ. ഇപ്പൊ ക്ലിയർ ആയോ ഇന്നത്തെ ഓപ്പറേഷൻ തിയേറ്ററിലെ 4 പാരഗ്രാഫ് ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ ആയി മാഡം. കുഴപ്പമില്ല. ഓക്കെ. എല്ലാരും എവിടുന്നൊക്കെ വരുന്നവരാ? ഇവിടെ അടുത്ത് തന്നെയാണോ? ട്രിവാൻഡ്രം മാഡം. ട്രിവാൻഡ്രം. ഓക്കെ. ഇവിടെ ഉണ്ടോ ചേന്നമംഗലം, പറവൂരൊക്കെ ഉണ്ടോ? ഇല്ല, ചേന്നമംഗലം പറവൂരൊന്നും ഇല്ല. ട്രിവാൻഡ്രം. ഓക്കെ. ഓക്കെ. അപ്പൊ നമ്മുടെ ക്ലാസ് ഒന്ന് കഴിയാണ് ഈ സമയത്ത് കേട്ടോ. ഓക്കെ. മലപ്പുറം, തൃശ്ശൂർ, പൊന്നൂക്കര, കാസർഗോഡ്. ഗുഡ്.
2:30 ആയി. ഓക്കെ, നമ്മുടെ തീരെയാണ് മാഡത്തിന്റെ ക്ലാസ്. സ്ഥലം എവിടെയാണ്? ആ ഓക്കെ, കൊല്ലം. വെരി ഗുഡ്. മാഡത്തിന്റെ സ്ഥലം എവിടെയാണ്? അതിന്റെ ഇവിടെ തന്നെ, ചേന്നോക്കളം തന്നെ, ചേന്നോക്കളം തന്നെ, തൊട്ടടുത്ത് തന്നെ. ഓക്കെ, ശരി. അപ്പൊ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ അപ്പൊ എഴുതി വെക്കാം കേട്ടാ നോട്ട്സ്. അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മിസ് നോട്ട് തരാം കേട്ടാ. ഏതെങ്കിലും മെഡിക്കൽ ടേംസ് അറിയാൻ പാടില്ലാത്തുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടാ. നോട്ട്സ് തരാം. ഓക്കെ. മാമിന്റെ പേരെന്താ മാം? അർച്ചന അരവിന്ദ്. ഓക്കെ 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 എന്നാ. അപ്പൊ ഇന്നിപ്പോ തീരെയാണ് 2:30 കേട്ടാ. ഈ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ ഓക്കെ. താങ്ക് യു മാം. താങ്ക് യു മാം. യെസ്. താങ്ക് യു മാം. ഓക്കെ. താങ്ക് യു മാം.